ക്രമേണ നമുക്ക് പലതും തിരിച്ചറിയാനുള്ളൊരു കഴിവ് വരുമ്പോൾ അപകടങ്ങളിലേക്ക് പെടുന്നതിൻ്റെ തീവ്രത കുറയും. ഇത് വേണോ വേണ്ടയോ? ഇതിനാണ് വരുന്ന തലമുറകൾക്ക് അവർ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ, അവർ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ ഭാഗവതത്തിലൂടെ ഒരു വഴി കാണിക്കുകയാണെങ്കിൽ അവരുടെ ജീവിത പ്രശ്നങ്ങൾക്കുള്ളൊരു ഉത്തമ വഴികാട്ടിയായി, ഒരു പ്രശ്നപരിഹാരമായി ഭാഗവതം മാറും. ഈ പരീക്ഷിത്ത് മഹാരാജാവും ഭാഗവതവും ഇന്ന് നമ്മളായിരിക്കണം. ഇന്ന് നമ്മളാണ് പരീക്ഷിത്തുമാർ. പരീക്ഷത്തിൻ്റെ മുന്നിൽ 7ാമത്തെ ദിവസം തക്ഷകൻ കടിച്ചു മരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട തക്ഷകൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പാമ്പും പാമ്പിൻ്റെ വിഷവുമായി ഒതുക്കി വയ്ക്കരുത്. ഇന്ന് നമ്മുടെ മുന്നിലുള്ള തക്ഷകനും വിഷവും എന്ന് പറയുന്നത് നാം അഭിമുഖീകരിക്കുന്ന, നമ്മളെ അലട്ടുന്ന നമ്മുടെ ജീവിത പ്രശ്നങ്ങളായി നമ്മൾ കാണണം. ചിലർക്കത് രോഗങ്ങളാവും, ചിലർക്ക് ജോലി കിട്ടാത്തതായിരിക്കാം, ചിലർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാവും, ചിലർക്ക് ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ നാം തക്ഷകനായി കാണുകയാണെങ്കിൽ ആ തക്ഷകനെയാണ് നമുക്ക് നേരിടേണ്ടത്, മറികടക്കേണ്ടത്. ഇതിനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നതെന്ന ബോധമുണ്ടാകണം. അല്ലെങ്കിൽ ഈ കഥയ്ക്കെന്ത് പ്രസക്തി ഉണ്ടാവും? 5000 വർഷം മുമ്പ് ഒരു രാജാവിൻ്റെ മുന്നിൽ തക്ഷകൻ കടിച്ചു മരിക്കുമെന്ന് ശാപം രാജാവ് ഭാഗവതം കേട്ട് മുക്തി നേടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് വലിയ ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അരെ, രാജാവിന് മുക്തി കിട്ടിയോണ്ട് നിങ്ങൾക്കിപ്പോൾ എന്താ പ്രയോജനമുള്ളത്? നിങ്ങൾക്കെന്താ അതുകൊണ്ടൊരു ഗുണം കിട്ടുന്നത്? ഇതൊരു കഥയായി ഒതുങ്ങുമ്പോഴാണ്, അത് കാലഘട്ടത്തിലേക്കൊരു സന്ദേശമല്ലാതെ മാറുമ്പോഴാണ് ശുഷ്കിച്ചു പോകുന്നത്. എന്തോ ഭാഗ്യവശാൽ ഇന്ന് കുറേ ആളുകൾ ഭാഗവത ഉപാസകന്മാരാണ്. അവരാ കേവലം കഥയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. അവർ കാലഘട്ടത്തിനനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് അതിനൊരു പുതിയൊരു ആവിഷ്കാരം ചെയ്യാൻ അവരുടെ ഭാവനയെ അവരുപയോഗിക്കുന്നു. നമുക്ക് ഭാഗവതത്തെ വ്യാഖ്യാനിക്കാനുള്ള അവകാശമുള്ളവരാണ്. നമുക്കൊരു വിശാലത തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അനവധി ആചാര്യന്മാർ അനവധി വിധത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നത്. ഋഷിവര്യന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏകം സത് വിപ്ര ബഹുധാ വദന്തി. സത്യമൊന്നേ ഉള്ളൂ, പക്ഷേ അതിനെ വർണ്ണിക്കുന്നത് പല രൂപത്തിലാണ്. നിങ്ങൾ സഹസ്രനാമങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ചൊല്ലാറുണ്ടല്ലോ, അതിൽ പറയും നമോസ്ത്വനന്തായ സഹസ്രമൂർത്തയെ സഹസ്രപാദാക്ഷി ശിരോരുവാഹവേ സഹസ്രനാംനേ പുരുഷായ. ഏകം പുരുഷം, ഒരേ തത്വത്തെയാണ്, ഒരേ ഭഗവാനെയാണ് സഹസ്രനാമങ്ങളെ കൊണ്ട് വർണ്ണിക്കുന്നത്. അപ്പോൾ ഒരേ ഭഗവാനെ 1000 നാമങ്ങളെ കൊണ്ട് വർണ്ണിക്കാൻ പറ്റുന്ന പോലെ ഒരേ സത്യത്തെ നമുക്ക് വൈവിധ്യ രൂപത്തിൽ വർണ്ണിക്കാൻ, അല്ലെങ്കിൽ അതിനെ ആവിഷ്കരിക്കാൻ സാധിക്കണം. ഇപ്പം ഇവിടെ നിന്ന് ഭാഗവതം കേട്ടുപോകുന്ന നിങ്ങളെല്ലാവരും നിങ്ങളുടെ കുട്ടികളിലേക്കോ പേരക്കുട്ടികളിലേക്കോ ഭാഗവതത്തിൻ്റെ ആധുനിക കാലഘട്ടത്തിലെ പ്രസക്തി ഇതിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിലോ സപ്താഹം മുഴുവൻ നടന്നാലും കേട്ടുകഴിഞ്ഞാലും ഒരു ഭാഷയുണ്ട് മലയാളത്തിൽ, ശങ്കരൻ വീണ്ടും, ബാക്കി നിങ്ങൾ പറഞ്ഞാൽ മതി, ശങ്കരൻ വീണ്ടും തെങ്ങ് തന്നെ. അതായത് നമുക്കും അതുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മളെന്തോ സപ്താഹം കിട്ടും, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ, വേദനകൾ അതവിടെ തന്നെ കിടക്കുകയാണെങ്കിൽ അതിനെ എടുത്തു മാറ്റാൻ നമുക്ക് സാധിച്ചില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഭാഗവതമൊക്കെ മനസ്സിലായാൽ ഏത് പ്രശ്നങ്ങളും നമ്മുടെ മുന്നിൽ നിന്ന് മാറി അവിടേക്ക് പൂക്കൾ വരണം. നമുക്ക് അഭിനന്ദനങ്ങളും അതുപോലെ പ്രതീക്ഷകളും പ്രത്യാശകളും നൽകുന്ന പൂക്കളൊക്കെ വരണം. ഏത് തക്ഷകരെയും നമുക്ക് പൂക്കളാക്കി മാറ്റാൻ സാധിക്കണം. ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭാഗവതത്തിൻ്റെ ഉള്ളറകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. എനിക്കിവിടെ തന്നിരിക്കുന്ന വിഷയം വരാഹ അവതാരമാണെന്ന് തോന്നുന്നു. ഇന്ന് വരാഹ അവതാരം, ഇന്ന് ഏതാ വായിച്ചു നിർത്തിയത് അറിയോ ആർക്കെങ്കിലും? 5ാമത്തെ സ്കന്ധമായി. ഞാൻ പുറകോട്ട് പോവുകയാണ്, 3ാം സ്കന്ധത്തിലേക്ക് പോവുകയാണ്. വരാഹ അവതാരത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ വരാഹ അവതാരം ഇന്ന് പറയാൻ ഒരുപക്ഷെ എന്നെ നിയോഗിച്ചത് ഇന്ന് വരാഹ അവതാര ചാർത്തായിരിക്കാം. നമുക്ക് ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ തുറന്നു പറയാണ്.
ആദ്യമൊക്കെ വിശ്വസിക്കാൻ പറ്റാത്ത കഥകളായിട്ടാണ് ഞാൻ ഭാഗവതത്തെ കണ്ടത്. കാരണം പണ്ട് ഒരു ദേവി, ഒരു ഭാര്യ ഭർത്താവിനോട് പുത്രന്മാരെ വേണമെന്ന് പറയണു. സന്ധ്യാസമയത്ത് പുത്രന്മാർ പാടില്ല എന്ന് പറയണു. എന്തായാലും ഭാര്യ നിർബന്ധിക്കുന്നു. പുത്രൻ കൊടുക്കുന്നു, 2 പുത്രന്മാരെ ശപിക്കുന്നു, ഇവര് ഒരു ഭാരമായി തീരട്ടെ എന്ന്. അങ്ങനെയാണത്ര ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും വന്നത്. അതിൻ്റെ പുറകിലുള്ളൊരു കഥയും അറിയാം നിങ്ങൾക്ക്. ഞാൻ ആ കഥയിലേക്കൊന്നും കടക്കുന്നില്ല. ഭഗവാന്റെ 2 കാവൽക്കാരായ ജയവിജയന്മാർ അങ്ങോട്ട് കടന്നു വരുന്നു. സനത്കുമാരാദി മഹർഷിവര്യന്മാർ അവരെ പരിഹസിക്കുന്നു. ജയവിജയന്മാർ അത് ഇന്നാണെങ്കിൽ അവർക്ക് പരിഹസിക്കാനേ നേരം ഉണ്ടാവുള്ളൂ. കാരണം കുംഭമേളയിൽ കാണുന്നുണ്ടല്ലോ ഒരു തുണി പോലും ഉടുക്കാത്തവർ. അപ്പോൾ ഇവരൊരു വസ്ത്രം ഉടുക്കാതെ വന്നതുകൊണ്ടാണ് ഇവർക്കിങ്ങോട്ട് ദേഷ്യം വന്നത്. ഒരു സംസ്കാരമില്ലാതെ നിങ്ങൾ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചീത്ത പറയുന്നത്. ശപിച്ചു, അസുരന്മാരായി തീരട്ടെ എന്ന്. ഈ 2 കുട്ടികളായിരുന്നു ആ അസുരന്മാരായി വന്നത്. അത് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. അതിൽ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന അസുരൻ ഭൂമിയെയും കൊണ്ട് രസലോകത്തിലേക്ക് പോയെന്നും ഭൂമിയെ കാണാതെ വന്നെന്നും ഈ സമയത്താണ് ഭൂമിയിലുള്ള മനുഷ്യപ്രജകളായ സ്വയംഭൂമനുവും ശതരൂപാദേവിയും കല്യാണം കഴിഞ്ഞ് എവിടെയെങ്കിലും ഒന്ന് സെറ്റിലാവാൻ നോക്കുമ്പോൾ വീട് വയ്ക്കാൻ സ്ഥലം കാണാനില്ല. നമ്മൾ സാധാരണ കേൾക്കാറില്ല വീട് വയ്ക്കേണ്ട സ്ഥലമൊക്കെ അക്വസിഷനിൽ പെട്ടുപോയിന്ന്. ഇവിടെ ഭൂമി തന്നെ കാണുന്നില്ല. ഭൂമിയെയും കൊണ്ട് അസുരൻ പോയി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുട്ടികളുടെ ഒരു ബുദ്ധിയിൽ നമുക്ക് തോന്നും, അപ്പം ഇവരെവിടുന്നാ ഈ ഭൂമി വേണമെന്ന് ചിന്തിച്ചത്? ഇവരെവിടെയായിരുന്നു? ഭൂമിയില്ലെങ്കിൽ ഇവരെവിടെ ഉണ്ടാവുക? കാരണം ഭൂമി തന്നെ ഇല്ലെങ്കിൽ ഈ സ്വയംഭൂമനും ശതരൂപദേവി എവിടെയാണ്? ഇവർ തപസ് ചെയ്തു എന്നാണ്, ഇരുന്ന് ധ്യാനിച്ചു എന്നാണ്. ആ സമയത്ത് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. അപ്പം ബ്രഹ്മാവും ഈ പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ച് ധ്യാനനിരതനായി ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് ഒരു ഗംഭീരമായൊരു സാധനം, സാധാരണ മൂക്കിൽ നിന്ന് എന്താ വരിക നമുക്കറിയാം, ഒരു ഉഗ്രൻ സാധനം പുറത്തേക്ക് ചാടി. അതങ്ങോട്ട് വളർന്നു വലുതായി ഉഗ്രമായി ഗർജിച്ചു. അത് വരാഹമായി. ആ വരാഹത്തെ സനൽകുമാരാദി മഹർഷിവര്യന്മാർ സ്തുതിക്കുന്നു. ഭഗവാൻ അവിടെ നിന്ന് പോകുന്നു. നേരെ രസലോകത്തിൽ ചെന്ന് ഭൂമിയെ എടുത്തുകൊണ്ടുവരുന്നു. തേറ്റമേൽ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഹിരണ്യാക്ഷനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. ഭൂമി ആ സ്ഥാനത്ത് വയ്ക്കുന്നു. പിന്നെ ഹിരണ്യാക്ഷനുമായിട്ട് വീണ്ടും യുദ്ധം ചെയ്ത് ഹിരണ്യാക്ഷനെ വധിച്ച് ഭഗവാൻ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞു പോകുന്നു. ഇതൊക്കെ ഈ കഥ പറയുമ്പോൾ ഞാൻ ഇത്രയും വേഗത്തിൽ എന്താ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കഥ പറയുമ്പോണ്ടല്ലോ നമുക്ക് തന്നെ കുറേ ചിരി വരും ഉള്ളിൽ. കാരണം ഒന്ന് ഭൂമിയെ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഇന്ന് LKG പഠിക്കുന്ന കുട്ടി പോലും വിശ്വസിക്കില്ല. വിശ്വസിക്കുമോ? ഒരു ഭൂമിയെ ഒരു അസുരൻ രസലോകത്തിൽ കൊണ്ടൊളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുമോ? നിങ്ങൾക്ക് പറയാൻ പേടിയാണോ? വിശ്വസിക്കുമോ? സത്യത്തിൽ വിശ്വസിക്കുമോ? ഉറക്കെ പറയുമോ? ഇല്ല, ആരും വിശ്വസിക്കില്ല. കാരണം ഭൂമിയുടെ വലിപ്പം എവിടെ കിടക്കണം? ഒരു കുഞ്ഞ് അസുരൻ വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് അവനെവിടെ? അവൻ ഈ രസലോകത്തിലാണ് ഭൂമിയെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതെന്ന്. അപ്പൊ ഇവനെവിടെയാണ്? ഇവൻ രസലോകത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ആ രസലോകത്തിൽ നിന്ന് ഭഗവാൻ തേറ്റമേൽ അതിനെ പൊക്കിക്കൊണ്ടുവന്ന് യഥാസ്ഥാനത്ത് വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ആ കഥകളൊക്കെ അത്ര വിശ്വസനീയമാണോ? പറയൂ, ആണ് വിശ്വസനീയമാണോ? ഇതൊക്കെ നമുക്കൊരു കഥയായിട്ട് പറയാം അല്ലേ? അത്രയല്ലേ ഉള്ളൂ. ആണോ അല്ലയോ? ഒരു ഭൂമിയെ അതിൻ്റെ സ്ഥാനത്ത് വരാഹം കൊണ്ടുവച്ചു എന്ന് പറയുമ്പോൾ അതൊരു നിങ്ങൾക്കൊരു കഥയായിട്ട് പറയാമെന്നല്ലാതെ ഇതിനെ എതിർക്കും പലരും. ആണോ? ഇതിനെ ഉൾക്കൊള്ളില്ല. കാരണം ഇതൊന്നും അത്ര യുക്തിപരമായി നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ നമുക്ക് തെളിയിക്കാനോ സാധ്യമല്ല. അപ്പം അതുകൊണ്ടാണ് വ്യാസഭഗവാൻ എഴുതി വെച്ചത് ഏത് കഥയുടെ പിന്നിലും തത്വമുണ്ടെന്ന്. അത് അറിഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഭാഗവതത്തെയെല്ലാം വ്യാഖ്യാനിക്കാൻ എന്ന് ഭാഗവതത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളെ പല ആളുകളുണ്ടല്ലോ ഭാഗവതം കേൾക്കുമെങ്കിലും കഥകളൊക്കെ കേൾക്കുമെങ്കിലും ഈ കഥകൾക്കുള്ളിലൊക്കെ ചില സാരങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് ഈ കഥകളെ രചിച്ചതെന്ന് പലപ്പോഴും നമ്മുടെ ആളുകളാരും മനസ്സിലാക്കില്ല. നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഭാഗവതം പഠിക്കുന്നവരാണെങ്കിൽ ഭാഗവതത്തിലെ 12-ാം സ്കന്ധത്തില് 3-ാം അധ്യായത്തില് അവിടെ 14-ാം ശ്ലോകത്തിൽ ഒരു ശ്ലോകമുണ്ട്. വേദവ്യാസ മഹർഷി പറയും, കഥായിമംസ്തേ കഥിതാമഹീയസാം വിജ്ഞാന ഭൈര കഥായിമംസ്തേ കഥിതാമഹീയസാം
വിധായ ലോകേഷു യശപ്പരീഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയോ വിഭോ വജോ വിഭൂതിന്നതു പാരമാർത്ഥ്യം. ഈ കഥകളെയൊക്കെ അതുപോലെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് പാരമാർത്ഥികമാവണം, അതുപോലെ പാരമാർത്ഥികമാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? വിജ്ഞാന വൈരാഗ്യം, അതിൽ നിന്ന് വിജ്ഞാനത്തെ എടുക്കണം. ഒരു പൂമ്പാറ്റയോ അല്ലെങ്കിൽ ഒരു തുമ്പിയോ അല്ലെങ്കിൽ ഒരു തേനീച്ചയോ പൂവിൽ ചെന്നിരുന്ന് തേനെടുക്കുന്ന പോലെ നമ്മൾ ആ കഥയിൽ നിന്നും സാരത്തെ ഉൾക്കൊള്ളണം. ഈ സാരത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലായിരുന്നു കഥകൾ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഭാഗവതത്തിൽ എവിടെയോ എത്തുമായിരുന്നു. ലോകത്തിലെ ഒരു നമ്പർ 1 സമൂഹമായി ഹിന്ദുക്കൾ മാറുമായിരുന്നു. പക്ഷേ നമ്മുടെ കഷ്ടകാലത്തിന് ഇന്നും കഥ പറയുന്ന കുറേ വർഗങ്ങളായി നമ്മൾ മാറുകയാണ്. കഥകൾക്കപ്പുറത്ത് കാര്യത്തെ കാണാൻ നമ്മളിൽ പലർക്കും സാധിക്കുന്നില്ല. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ ആ ഒരു പടിയിലേക്ക് കയറണം. കഥകൾക്ക് പിന്നിലുള്ള സാരം ഗ്രഹിക്കുന്ന സാരഗ്രാഹി. നിങ്ങൾ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നില്ലേ, പിബത ഭാഗവത രസം എന്നാണ് വ്യാസഭഗവാൻ വാക്കുപയോഗിച്ചത്. ഭാഗവതം പിബത എന്നല്ല, പിബത ഭാഗവത രസം. അതിൻ്റെ രസത്തെ പിബത, അതിൻ്റെ സാരത്തെ പിബത, അതിൻ്റെ തത്വത്തെ പിബത. അങ്ങനെ നമ്മൾ കഥകളെ വ്യാഖ്യാനിക്കണം. ഇന്ന് അതിന് കഴിവ് കൂടുതൽ വെസ്റ്റേൺ ആളുകൾക്കായതുകൊണ്ടാണ് ആ വെസ്റ്റേൺ ആളുകൾ ഇന്ന് നമ്മളെക്കാൾ വളരെയധികം വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ ശാസ്ത്രരംഗത്തൊക്കെ കുതിച്ചുയരുന്നു. നിങ്ങൾ നോക്കൂ, ഇന്ത്യക്കാരുടെ ബുദ്ധിയും അമേരിക്കക്കാരുടെ ബുദ്ധിയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവർക്ക് ബുദ്ധി അധികം, നമുക്ക് ബുദ്ധി കുറവാണെന്ന് തോന്നുന്നുണ്ടോ? പറയൂ, അങ്ങനെ തോന്നുന്നുണ്ടോ? എല്ലാവർക്കും ബുദ്ധിയില്ലേ? ഉണ്ടോ? പക്ഷെ എന്തേ അവിടെ കണ്ടുപിടുത്തങ്ങളും അവിടെയാണല്ലോ പുരോഗതിയൊക്കെ വരുന്നത്? എന്തേ ഇവിടെ അത്ര പുരോഗതി വരാത്തത്? കാരണം നമ്മൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളാണ്, നമ്മളെ വളർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ്. അപ്പം നമ്മളെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ഒരു മോട്ടിവേഷനിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഒരാളുടെ പൊട്ടൻഷ്യൽ ഒരാൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നെങ്കിൽ, ഒരാളുടെ എബിലിറ്റിയും ഒരാളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റിയും തിരിച്ചറിയാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ നെറുകയിലെത്തുമായിരുന്നു. നമ്മൾ ഓരോ ദിവസവും പത്രം വായിക്കുമ്പോൾ കാണുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ പത്രം, എന്നും കുത്തും കൊലയും, ഭാര്യയ്ക്ക് വിഷം കൊടുത്തതും ഭർത്താവിന് വിഷം കൊടുത്തതും ഈ കൊല്ലും കൊലയിലേക്ക് കഥകളാണ്. ആണോ? ഇനിയിപ്പോൾ ആ പരീക്ഷ വരാൻ പോകുന്ന എന്തൊരു ശല്യമാണ് നോക്കൂ. ഗവൺമെൻറ് വളരെ ടെൻഷനിലാണ്. കാരണം ഇപ്പോഴും തന്നെ ഹൈക്കോടതി, ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ആത്മഹത്യ കൂടുന്നു കുട്ടികളുടെ ഇടയിൽ എന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം JEE എക്സാമിനേഷന് 2 ദിവസം മുമ്പുള്ളപ്പോഴാണ് ഇത് കോട്ടയിൽ 4 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസം കുട്ടികൾ ആത്മഹത്യ, പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ. IIT-യിലൊക്കെ കാണുന്നില്ലേ നിങ്ങൾ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ ഭാഗവതങ്ങളെയൊക്കെ, ഭാഗവത കഥകളെയൊക്കെ നമ്മുടെ കുട്ടികൾക്കൊരു മോട്ടിവേഷണൽ സ്റ്റോറി ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിലുള്ള ചാലഞ്ചുകളെ, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഭാഗവതത്തിലൂടെ സാധിക്കുമായിരുന്നു. നമ്മളിപ്പോൾ ഭാഗവതം ഒരു കാതിലൂടെ കേട്ട് മറ്റൊരു കാതിലൂടെ ഭാഗവതം വിടും. ഭാഗവതം നമ്മൾ തമ്മിലൊരു ബന്ധമില്ല. വീണ്ടും നമ്മൾ ലൗകിക ജീവിതത്തിൻ്റെ സ്ട്രെസ്സും ടെൻഷനും കൊണ്ട് നടക്കുകയാണ്. പിന്നെ ഭാഗവതം കേട്ടിട്ട് എന്താ കാര്യം? ഭാഗവതം നമ്മൾ കേൾക്കുന്നത് കേവലം ഒരു സമയം പോവാൻ, കഥ കേട്ട് രസിക്കാനല്ല. ആ കഥകൾക്കുള്ളിൽ എൻ്റെ ജീവിതത്തെ കഥയുള്ളതാക്കി തീർക്കുന്ന ഒരു കഥയുണ്ട്. എൻ്റെ ജീവിതത്തെ എനിക്ക് കഥയുള്ളതാക്കണം. അത് കഥ കഴിക്കാനുള്ളതല്ല, അത് കഥ തീരാനുള്ളതല്ല. അതിന് എനിക്ക് അനശ്വരമാക്കണം, അതിനെ ഐശ്വര്യമുള്ളതാക്കണം, അതിനെ കരുത്തുള്ളതാക്കണം. ഈ ബോധം നമുക്കുണ്ടാവണം. വേണ്ടയോ? നമ്മളൊക്കെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ പ്രാർത്ഥിച്ചോളൂ നിങ്ങൾ, പക്ഷെ കുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കണം. കഥകളിലൂടെ അവരുടെ ഉള്ളിൽ ബോധമുണ്ടാക്കണം. അതിനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ കേൾക്കുന്നത്. ഇറ്റ്സ് ആക്ച്വലി, ഞാൻ പറയാം, ഭാഗവതം സപ്താഹം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കഥയല്ല, ഇറ്റ് ഈസ് എ മോട്ടിവേഷണൽ ഒരു സ്പീക്കിംഗ് ആണത്. ആളുകളെ, നമ്മുടെ മുന്നിലിരിക്കുന്നവരെ അവർ ജീവിതത്തിൽ കൂടുതൽ കരുത്തുള്ളവരാക്കുക, കഴിവുള്ളവരാക്കുക, ശക്തിയുള്ളവരാക്കുക. നാളെ മരണത്തെ പോലും അഭിമുഖീകരിക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് ആ മരണത്തെ നേരിടാൻ സാധിക്കുക. പരീക്ഷത്ത് മഹാരാജാവൊക്കെ പറയുന്നത് പോലെ, എനിക്ക് തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ നഭിഭേമ്യഹം, എനിക്കിപ്പോൾ തക്ഷകനെയോ മൃത്യുവിനെയോ ഭയമില്ല എന്ന് പറയുന്ന വിധത്തിൽ. നിങ്ങൾക്കറിയോ, ഇപ്പോൾ സൈക്കോളജി പറയുന്നത് ഒരു 90% മരണം നടക്കുന്ന രോഗം കൊണ്ടല്ല. 90% മരണം നടക്കുന്നതും രോഗം കൊണ്ടല്ല. 90% മരണം നടക്കുന്നതും മനസ്സിൻ്റെ അനാവശ്യമായ ടെൻഷൻ,
ഉത്കണ്ഠ എന്ന് പറയും, ഉത്കണ്ഠ എന്ന് പറയും, ആങ്സൈറ്റി സിൻഡ്രം എന്ന് പറയും. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആണോ അല്ലയോ? ഒരു ചെറിയ രോഗം വരുമ്പോഴേക്കും മനുഷ്യൻ അസ്വസ്ഥനാണ്. കാരണം കുട്ടിക്കാലത്തെ അതാണ് നമ്മൾ പഠിക്കുന്നത്. ഒരു അസുഖം വരുമ്പോഴേക്കും അമ്മ പറയും, എടാ നീ മരുന്ന് കഴിച്ചോ, മരുന്ന് ഒരു 10 പ്രാവശ്യം ചോദിക്കും, മരുന്ന് കഴിച്ചോ എന്ന്. ഈ മരുന്നിലാണ് രോഗം മാറുക എന്നാണ് അമ്മയുടെ വിചാരം. മരുന്ന് കൊണ്ടല്ല അസുഖം മാറുന്നത്. മനുഷ്യന്റെ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് അവന്റെ മനസ്സിന്റെ കോൺഫിഡൻസ് ആണ്. ആണോ അല്ലയോ? അത് നമ്മൾ പഠിപ്പിക്കുന്നില്ല കുട്ടികളെ. മനസ്സിന്റെ ധൈര്യമാണ്, മനസ്സിന്റെ ശക്തിയാണ് ഏറ്റവും വലിയ മരുന്നെന്ന് പഠിപ്പിക്കാൻ ഇന്ന് ഏത് അച്ഛനമ്മമാർക്ക് സാധിക്കുന്നുണ്ട്? അപ്പൊ അങ്ങനെയുള്ളൊരു കഴിവുള്ളൊരു മനസ്സ്, കരുത്തുള്ളൊരു മനസ്സ് കുട്ടികൾക്ക് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കാത്തതുകൊണ്ടല്ല. പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിവുള്ള മനസ്സെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്നതാണെന്ന്. കഴിവെന്ന് പറയുന്നത് അതിനാണ് ദൈവീകത എന്ന് പറയാം. എന്താണ് ദൈവീകമായ കഴിവ്? നിങ്ങളുടെയൊക്കെ കുട്ടികളിൽ, നമ്മളിലൊക്കെ ഉണ്ട് കഴിവുകൾ. എല്ലാവരിലും കഴിവുകളുണ്ട്, ദൈവീകമായ കഴിവുകളുണ്ട്. ഈ കഴിവിനെയാണ് നമുക്ക് ഉണർത്തിക്കൊണ്ടുവരുന്നത്. ഭാഗവതം എന്തിനാണ് കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യനിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവരിക. അതിന് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടികളായിരിക്കും ലോകത്തിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ കുട്ടികൾ. നിങ്ങളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠന്മാരായ അച്ഛനമ്മമാര്. ഭാഗവതത്തിൽ 5-ാമത്തെ സ്കന്ധം നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പറയും ആരാണ് യഥാർത്ഥത്തിലൊരു അച്ഛൻ, ആരാണ് യഥാർത്ഥത്തിലൊരമ്മ. നമ്മൾ പൊതുവെ വിചാരിക്കുന്നത് രാവിലെ ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി കുട്ടികളെ സ്കൂളിലേക്ക് പാക്ക് ചെയ്ത് അവിടുന്ന് പിന്നെ കുട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ, വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ മേല് കഴിച്ച് ട്യൂഷന് പറഞ്ഞയക്കുന്നവരെയാണ് അച്ഛനമ്മമാരെന്ന് പറയാം. അവരെ ട്യൂഷൻ പറഞ്ഞിട്ട് അമ്മ സീരിയലും കാണും. അതാണല്ലോ പൊതുവേ നമ്മളിപ്പോൾ കാണുന്ന അച്ഛനമ്മമാരുടെ അവസ്ഥ, അമ്മമാരുടെ അവസ്ഥ. അപ്പം അങ്ങനെയുള്ളവരാണോ അമ്മായി അച്ഛനെന്ന് ചോദിച്ചപ്പോൾ പറയാണ്, അങ്ങനെയുള്ളവരല്ല അച്ഛനും അമ്മയും. നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും ഡെഫിനിഷൻ, നിർവചനം ഭാഗവതത്തിൽ കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അറിയോ ആർക്കെങ്കിലും? അച്ഛൻ്റെയും അമ്മയുടെയും നിർവചനം ഭാഗവതത്തിലുണ്ട്. അതാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും പറയാൻ പറ്റുന്നവരുണ്ടോ ഇവിടെ? നിങ്ങൾ ഇവിടുന്ന് എന്താ കേട്ടത്? പിന്നെ ഭാഗവതത്തിൽ അച്ഛനാര്, ഒരു യഥാർത്ഥ അച്ഛനാര്, യഥാർത്ഥ അമ്മയാര് എന്നൊരു നിർവചനമുള്ള ഒരു ശ്ലോകമുണ്ട്. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? നിങ്ങളെന്താ ഇന്ന് ഇന്നെന്താ ഏകാദശിയാണോ? മൗനവ്രതം? അങ്ങനെ മിണ്ടില്ല എന്ന്, അല്ലെങ്കിൽ ആരെങ്കിലും കേട്ടിട്ടില്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിലുണ്ട്. ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ആരാണ് അച്ഛനും അമ്മയും എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ആരാണ് അച്ഛനും അമ്മയും അറിയോ നിങ്ങൾക്ക്? ഭാഗവതത്തിൽ ഇനി ഓർത്തോളൂ, 5-ാം സ്കന്ധം ഏതാണ്? 5-ാം അധ്യായത്തില് 18-ാം ശ്ലോകം ഏതാണ്? 5-ാം അധ്യായത്തിലെ 5-ാം സ്കന്ധത്തിലെ 5-ാം അധ്യായത്തിലെ 18-ാം ശ്ലോകം. ഇപ്പൊ നോക്കട്ടെ, ഏതായാലും ഞാൻ സപ്താഹം പറയാനല്ല വന്നിരിക്കുന്നത്. അപ്പോ അവിടെ പറയാണ്, ഗുരൂനനസ്യാൽ ജനനീനനസ്യാൽ ഗുരൂനനസ്യാൽ സ്വജനോനനസ്യാൽ പിതാനനസ്യാൽ ജനനീനനസ്യാൽ ദൈവം നതസ്യാൽ പതിശ്ചസസ്യാൽ നമോജയേത സമുപേത മൃത്യം. ഗുരു എന്ന് ആ ഗുരു അല്ല, സ്വജനോ എന്ന ആ സ്വജനമല്ല, പിതാ ന എന്ന് പറഞ്ഞാൽ പിതാ ന, ആ പിതാവ് പിതാവല്ല, എന്ന് പറഞ്ഞാൽ അല്ല. ജനനി ന, ആ ജനനി, ആ അമ്മ അമ്മയല്ല. ഏത് അമ്മ, ഏതച്ഛൻ, ഏത് പതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോചയേത സമുപേത മൃത്യം സമുപേത, അതായത് മരണതുല്യമായ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനസ്സുകളെ അതിൽ നിന്നും ഉണർത്താനും ഉയർത്താനും വഴി കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മളെയൊന്നും അച്ഛനെന്നോ അമ്മയെന്നോ വിളിക്കാൻ പാടില്ല. അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ജോലിയാണ് കുട്ടികളെ മാനസികമായി ഉയർത്തുക. സത്യം പറയൂ, നിങ്ങൾ ഇന്ന് നമ്മളെ കുട്ടികളെയൊക്കെ അച്ഛനമ്മമാരെ മാനസിക ഉയർത്തുകയാണോ, അതോ ചീത്ത പറഞ്ഞ് കൊള്ളരുതാത്തവൻ, ഉത്തരവാദിത്വം ഇല്ലാത്തവൻ, പഠിക്കാത്തവൻ എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ഇതിൻ്റെ മുകളിൽ തൂങ്ങി അതിൽ തന്നെ കളിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവൻ ചീത്ത വിളിക്കുന്നവരാണോ കൂടുതലുണ്ടാവുക? പറയൂ, എന്താ ഒന്നും മിണ്ടാത്തത്? നമ്മുടെ കുട്ടികൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി മാറുകയാണോ, അതോ കൂടുതൽ ഉത്തരവാദിത്വം കുറയുന്നവരായി മാറുകയാണോ? എന്താ പറയൂ നിങ്ങൾ? ഈ കുട്ടികൾ അങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവരായി മാറിയത് കാരണം നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ കേവലം വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തപ്പോൾ, ട്യൂഷനും പ്രാധാന്യം കൊടുത്തപ്പോൾ അത് ബോറിംഗ് ആണ്, അത് ബോറിംഗ് ആണ് സബ്ജക്റ്റുകൾ. ആണോ അല്ലയോ? കുട്ടികൾക്ക് ജീവിതത്തിൽ വിരസതയും മടുപ്പും ആരാ ഉണ്ടാക്കിയത്? എന്താ ഒന്നും ഇടാത്തത് നിങ്ങൾ? കുട്ടികൾക്ക് പഠിത്തം നല്ലൊരു സന്തോഷമുള്ള കാര്യമാണോ?
സത്യം പറയൂ, നിങ്ങളൊക്കെ പഠിച്ചവരല്ലേ? നിങ്ങൾക്ക് പഠിത്ത എത്ര പേർക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു? നോണ പറയരുതേ, അമ്പലത്തിലാണ് വെച്ചിരിക്കുന്നത്. സത്യത്തിൽ പറയണം, പഠിത്തം സന്തോഷമുള്ളവർ എത്ര പേരുണ്ടായിരുന്നു? ഒന്ന് കൈ പൊക്കൊന്ന് ഞാൻ കാണട്ടെ. എന്നിട്ടാണ് നിങ്ങളെ മക്കളെ കൊണ്ട് പഠിപ്പിക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ. ആർക്കെങ്കിലും പഠിത്ത സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നോ? പഠിക്കുന്ന സമയത്ത് സ്കൂളിലെ ടീച്ചർക്ക് പനി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചവരില്ലേ നിങ്ങൾ? നോണ പറയരുത്. പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിച്ചിട്ടില്ലേ? അതിനപ്പുറത്ത് വരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. എന്തായാലും അത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ചില വിഷയങ്ങളൊക്കെ ഇത്തിരി പേടിയുള്ള വിഷയങ്ങളായിരുന്നില്ലേ? ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇങ്ങനെ നമ്മൾ കുട്ടികൾക്ക് ആ വിഷയങ്ങളൊക്കെ ബോറടിപ്പിക്കുമ്പോൾ അവർക്ക് ആകെ ഒരു എന്റർടൈൻ എന്തിലേ ഉണ്ടാവുള്ളൂ? മൊബൈൽ. അതിലേക്കല്ലേ അവർ പോവുക? ആണോ അല്ലയോ? ഇത് കുട്ടികളെയാണോ നമ്മൾ കുറ്റം പറയേണ്ടത്? അതോ ആ കുട്ടികളെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആക്കി കൊണ്ടുവരാൻ കഴിവില്ലാതെ പോയ നമ്മളെ ഭാഗത്താണോ തെറ്റ്? ആരാണ് ശരിക്കും ഇതിൽ കുറ്റവാളികൾ? കുട്ടികളാണോ അപരാധം ചെയ്യുന്നത്? അവരെ നല്ലൊരു മോട്ടിവേഷനിലേക്ക് കൊണ്ടുവരാൻ, അവരെ കഴിവുള്ളവരാക്കി തീർക്കാൻ പറ്റാത്ത നമ്മളാണോ കൊള്ളരുതാത്തവർ? അത് മിണ്ടില്ല നിങ്ങൾ. കാരണം പ്രസവിച്ചു പോയില്ലേ, മക്കളായി പോയില്ലേ? ആരാണ് തെറ്റ് ചെയ്യണത്? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ആരാണ് ശരിക്കും കുറ്റവാളികൾ? ആരാണ് തെറ്റുകാര്? ആരാണ് ഉത്തരവാദിത്വം കുറഞ്ഞവര്? കുട്ടികളാണോ നമ്മളാണോ? ഒന്ന് ഉറക്കെ പറയും, കേൾക്കട്ടെ. അത് പറയില്ലേ നിങ്ങൾ? കാരണം എളുപ്പമാണല്ലോ മറ്റൊരാളെ ചീത്ത വിളിക്കല്. അപ്പൊ ഇവിടെയൊക്കെയാണ് ഭാഗവതത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, നമ്മുടെ ജോലി എന്താണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിന് കുറച്ച് പണിയെടുക്കണം നമ്മൾ. കാരണം നല്ലത് കേട്ടാലേ നമുക്ക് നല്ലത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. അപ്പൊ ശ്രവണം സർവധർമ്മേഭ്യോ എന്ന് പറയും. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമാണ്. 7 ദിവസം ഭാഗവതം കേൾക്കുമ്പോൾ അത് വെറുതെ കേട്ട് പോരുത്. ഒരു കഥയെങ്കിലും നമുക്കതിൽ നിന്ന് സാരവത്തായിട്ട് നമുക്ക് എടുക്കാൻ സാധിച്ചാൽ അത് മതി നമ്മുടെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് തെളിയിക്കണം, നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് അതുകൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടെ ആ ഭാഗവതം അവിടെയാണ് നിങ്ങൾക്ക് ഭാഗവതമായി മാറുന്നത്. അല്ലാതെ ഭാഗവതം കേട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യം കിട്ടുമെന്ന് വിചാരിക്കരുത്. ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ ഉള്ളിൽ അത് ഒരു പ്രചോദനമായി, ഒരു പരിശീലനമായി, ഒരു കരുത്തായി മാറുമ്പോഴാണ് ഭാഗവതം നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഫലവത്താവുന്നത്. ആണോ അല്ലയോ? അപ്പൊ ഇവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓരോ കഥയും കുട്ടികളെ ബോധവൽക്കരിക്കണം. അവരെ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ട് അവരെ ചേർത്ത് വെച്ചുകൊണ്ട് ഭാഗവതത്തെ അവർക്ക് ഉപദേശിക്കണം. ഇപ്പൊ വരാഹ അവതാരം, ഇന്ന് നിങ്ങളൊക്കെ വരാഹ അവതാരത്തെ കണ്ടുവോ നിങ്ങൾ? കണ്ടുവോ? എന്ത് തോന്നി നിങ്ങൾക്ക്? ഒന്നും തോന്നിയില്ല. അവിടെ ഒരു തിരുമേനി പാവം കുറെ ചന്ദനത്തിൽ ചാർത്തൊക്കെ വെച്ച് ഒരു പന്നിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കണു, അല്ലേ? അത്രയല്ലേ തോന്നിയുള്ളൂ? എന്താ ഒന്നും മിണ്ടാത്തത്? അതേ പന്നി നിങ്ങളുടെ വീട്ടിന്റെ വളപ്പ് കയറിയാൽ നിങ്ങളുടെ സ്വഭാവം മാറും. അപ്പൊ പിന്നെ നിങ്ങൾ ഭഗവാനെ ഇന്നലെ കേട്ട അതേ ഭഗവാനാണ് വന്നിരിക്കുന്നത് തോന്നുമോ? എന്താ ഒന്നും മിണ്ടാത്തത്? പന്നി നിങ്ങളുടെ വീട്ടിന്റെ വളപ്പ് കയറിയാൽ നിങ്ങൾക്ക് ഈ ഭക്തി തോന്നുമോ? ഭക്തി തോന്നോ? ഇല്ല. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ കർഷകർ വെറുക്കുന്ന ഒരു സാധനമാണ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കർഷകർ വെറുക്കുന്ന സാധനമാണ് ഏത്? എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങളിന്ന് ഭഗവാനെ ആ വരാഹ രൂപത്തിൽ തൊഴുമ്പോൾ ഭഗവാൻ എന്താ പറയാ അറിയോ? നോക്കൂ, ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ കേരളീയർ വെറുക്കുന്ന ഒരു സാധനമാണ് ഞാൻ. നിങ്ങൾക്ക് വല്ല വിവരമുണ്ട് ഇതിന്? കാരണം കേരളത്തിലെ കർഷകന്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ഇപ്പൊ പന്നിയെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് ഗവൺമെന്റിൽ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആണോ? കാരണം അത്രയും പന്നിയുടെ ശല്യം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഞാൻ കാടിനടുത്താണ് താമസിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പന്നിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. എനിക്ക് നല്ലോണം അറിയാം പന്നിയുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാടിനോട് ചേർത്ത് താമസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം പന്നി എവിടുന്നൊക്കെ വരും, എത്ര പന്നി വരും, എങ്ങനെ വരും, ഒക്കെ നല്ല ബോധ്യമുള്ളവരാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇത് കേവലം ഒരു പന്നിയുടെ കഥയല്ല. ഇവിടെയാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ കഥകളെ നമുക്ക് 2 രീതിയിൽ കൊണ്ടുപോകണം. ഏതൊക്കെയാണ്? 2 രീതിയിൽ. ഇതിനെ പറയും വ്യാവഹാരികം, പാരമാർത്ഥികം എന്ന് പറയും. എന്താണ് വ്യാവഹാരികം, പാരമാർത്ഥികം? എന്താ വ്യാവഹാരികം എന്ന് പറഞ്ഞാൽ, ഇതിനെ ഒരു നിത്യജീവിതത്തിലെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതെങ്ങനെ പ്രായോഗികമാക്കണം, അതിനെയാണ് വ്യാവഹാരികം എന്ന് പറയാം. എന്താണ് വ്യാവഹാരികം? ദൈനംദിന ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കഥയെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. 2, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് ഈ കഥയെ
പ്രയോജനപ്പെടുത്തുന്നത്. അപ്പൊ വ്യക്തി ജീവിതത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ പറയും പാരമാർത്ഥികം. ഒരു ദൈനംദിന ജീവിതത്തിൽ ഇതിനെ പ്രയോജനപ്പെടുത്തുന്നതിനെ പറയൂ ഒരു ട്രാൻസാക്ഷണൽ, വ്യാവഹാരികം എന്ന് പറയും. അപ്പൊ വ്യാവഹാരിക തലത്തിലും പറയണം നിങ്ങളെ വാക്ക്, ഇത് നിങ്ങളുടെ തലയിലുണ്ടാവണം. വ്യാവഹാരിക തലത്തിലും പാരമാർത്ഥിക തലത്തിലും. എല്ലാവരും ഒന്ന് പറയൂ അത്. വ്യാവഹാരിക തലത്തിലും പാരമാർത്ഥിക തലത്തിലും കഥകളെ നമ്മൾ പ്രയോജനപ്പെടുത്തണം. ഇന്നേരം നിങ്ങളുടെ തലയിൽ ഞാൻ കൊള്ളിക്കിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബോധമുണ്ടാവണം. കാരണം ലോകത്തിന്റെ മുന്നിൽ വെളിച്ചം പകരേണ്ടവരാണ് നമ്മൾ. ഭാരതം എന്ന പേരിന് തന്നെ അർത്ഥം എന്താ അറിയോ നിങ്ങൾക്ക്? ഈ രാജ്യത്തിന് ഭാരതം എന്ന പേരിട്ടിരിക്കുന്നത് ഭാ എന്ന അക്ഷരം തന്നെ പ്രകാശത്തെ സൂചിപ്പിക്കുന്നതുകൊണ്ടാണ്. സൂര്യന് ഭാ വെച്ചിട്ടുള്ള പേരുകളുണ്ട്. ഏതൊക്കെയാണ്? ഭാസ്കരൻ, ഭാനു എന്നൊക്കെ. ഭാതി സർവശാസ്ത്രേഷു, ഭാതി പ്രകാശിക്കണം. അപ്പം അറിവിന്റെ പ്രകാശമാണ് ഇവിടെ കത്തിച്ചു വെക്കുന്നത്. ഈ അറിവിന്റെ പ്രകാശത്തിൽ രതിക്കുന്ന, അതിനോട് രതിയുള്ള, രതി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയില്ലേ നമ്മൾ, താല്പര്യം, അതിനോടൊരു രതി ഉണ്ടാവുക, അതിനോടൊരു ഇഷ്ടമുണ്ടാവുക, താല്പര്യമുണ്ടാവുക, അല്ലെങ്കിൽ അതിൽ രമിക്കുന്നവരുടെ നാടിന്റെ പേരാണ് ഭാരതം എന്നുള്ളത്. അപ്പൊ ഭാരതം എന്നത് അറിവിന്റെ നാടാണ്, വെറും കഥകളുടെ നാടല്ല. അപ്പൊ കഥയ്ക്കുള്ളിലും ഒരു പ്രകാശത്തെ കണ്ടെത്തണം, അറിവിനെ കണ്ടെത്തണം, വേണ്ടേ? അങ്ങനെ കഥയിലെ ഉള്ളിൽ അറിവിനെ കണ്ടെത്തുമ്പോഴാണ് ഈ കഥയിലുള്ള വ്യാവഹാരിക പ്രയോജനത്തെയും പാരമാർത്ഥിക പ്രയോജനത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാവുക. അപ്പൊ എന്താണ് ഇതിലെ വ്യാവഹാരികം? ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഭൂമിയെ വരാഹം ഉയർത്തുന്നു. ഇതാണ് ചിത്രം. നിങ്ങളിവിടെ വരാഹ രൂപത്തെ കാണുമ്പോൾ കുട്ടികളോട് പറയണം, ഈ വരാഹം എന്നതിന് ഭഗവാൻ തന്നെ പേരിട്ടിരിക്കുന്നത് യജ്ഞവരാഹം എന്നാണ്. എന്താണ്? യജ്ഞവരാഹം. ഭാഗവതത്തിൽ ആവർത്തിക്കും, ഭഗവാൻ യജ്ഞമൂർത്തിയാണ്. യജ്ഞം എന്ന വാക്കിന് അർത്ഥം, പൊതുവേ നമ്മളൊക്കെ യജ്ഞം എന്ന് പറഞ്ഞാൽ ഹോമകുണ്ഡത്തിലേക്ക് നെയ്യൊഴിക്കുന്ന ഒരു ചടങ്ങിനെയാണ് പലരും എന്ത് പറയുക? യജ്ഞം എന്ന് പറയും. പക്ഷെ ഭഗവാൻ ശ്രീകൃഷ്ണൻ യജ്ഞം എന്ന് പറയുന്നത് കേവലം ഒരു കർമ്മത്തെയല്ല. ഭഗവാൻ വിളിക്കുന്ന യജ്ഞം എന്ന് പറയുന്നത് ഗീതയിൽ തന്നെ, ഗീത എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 3-ാം അധ്യായത്തിൽ 10-ാം ശ്ലോകത്തിൽ ഭഗവാൻ പറയും, സഹയജ്ഞ പ്രജാതിഷ്ഠ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം ഇഷ്ടവോ തിഷ്ടകാമദുക്ക് എന്നൊരു ശ്ലോകം ഗീതയിലെ 3-ാം അധ്യായത്തിൽ കാണാം. അവിടെ പറയുന്നത് ഭഗവാൻ ഈ പ്രപഞ്ചം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഒരു യജ്ഞഭാവനയിലാണ്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ സഹവർത്തിത്വം, സഹകരണം എന്നൊക്കെയാണ് അർത്ഥം. യജ്ഞം എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് എൻഡവർ എന്ന് പറയും ഇംഗ്ലീഷിൽ. അതായത് നിങ്ങളിലേക്ക് നോക്കൂ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ഓക്സിജൻ വേണം, അത് ചെടികൾ തന്നെ തരണം, വേണ്ടയോ? നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ സൂര്യൻ വേണം, നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ ജലം വേണം. പല ഗ്രഹങ്ങളിലും ജലമില്ല, അതുകൊണ്ട് അവിടെ ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യമല്ല. നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുന്നത് പലതും ഇവിടെ നമ്മളെ നിലനിൽക്കാൻ സഹായിക്കുന്നത് കൊണ്ടാണ്. ആണോ? അപ്പൊ നമ്മളും പ്രകൃതിയും ഒരു പാരസ്പരികതയിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരാൾക്കും അവനവന്റെ സ്വാർത്ഥതയിൽ ഇവിടെ നിൽക്കാൻ സാധ്യമല്ല. ഇവിടെ ഒരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടെങ്കിലേ ഈ ഭൂമിയിൽ മനുഷ്യന് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ആണോ അല്ലയോ? അപ്പൊ മനുഷ്യൻ ഭൂമിയിൽ നിലനിൽക്കണം. ഇതൊക്കെ നിങ്ങൾ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം ഇന്നുണ്ടല്ലോ, നമ്മുടെ കുട്ടികൾ മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ഇന്നിപ്പോൾ കാലാവസ്ഥ വ്യതിയാനം വന്നിരിക്കുകയാണ്. നമുക്ക് മാങ്ങ ഉണ്ടാവേണ്ട സമയമാണ്. ഇവിടേക്ക് നോക്കി നിങ്ങൾ, മാവ് പൂക്കുന്നതിൻ്റെ തീവ്രത കുറഞ്ഞുപോയി. ഡിസംബർ മാസത്തിൽ മഴ പെയ്യുന്നു, ഉണ്ടോ ഇല്ലയോ? പലതരത്തിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഉണ്ടോ ഇല്ലയോ? ഈ വ്യതിയാനങ്ങളൊക്കെ സംഭവിക്കുന്നതിന് കാരണം എവിടെയോ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കണം? അതായത് ഭൂമി ഇപ്പോൾ രസലോകത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ രസലോകം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ എടുക്കേണ്ടത്? മനുഷ്യന്റെ സ്വാർത്ഥ ചിന്ത കൊണ്ട്, മനുഷ്യൻ സുഖത്തെ മാത്രം കാക്ഷിച്ചുകൊണ്ട്, സുഖം വേണം ജീവിതത്തിൽ എന്ന് അവൻ കൂടുതൽ സ്വാർത്ഥനായി ചിന്തിച്ചപ്പോഴോ ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ മനുഷ്യൻ അവന്റെ സുഖത്തിന് വേണ്ടി അപഹരിച്ചു കളഞ്ഞു. അപ്പൊ സുഖം എന്ന രസലോകത്തിലേക്ക് അവൻ ഭൂമിയെ താഴ്ത്തിയപ്പോൾ, ശ്രദ്ധിക്കണം, സുഖമെന്ന രസലോകത്തിലേക്ക് ഭൂമിയെ താഴ്ത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? ഭൂമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടു. ശരിയാണോ ഞാൻ പറയുന്നത്?
ശരിയാണോ പറയുന്നത്? അപ്പൊ ഇന്ന് ലോകം ചിന്തിക്കുന്നത് എങ്ങനെ നമുക്ക് ഭൂമിയെ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വാസ്തവത്തിൽ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കേണ്ട വർക്കാണിത്. കഴിഞ്ഞ ദിവസം ബോംബെ ഹൈക്കോർട്ടിൽ ഒരു ജഡ്ജിമാർ പ്രത്യേകം ഇരുന്നുകൊണ്ട് പറയുകയാണ്, നമുക്ക് ഡീസൽ വെഹിക്കിളും അതുപോലെ നമുക്ക് ഇപ്പോഴത്തെ ഈ പെട്രോൾ വെഹിക്കിളൊക്കെ ബോംബെ സിറ്റിയിൽ നിന്ന് മാറ്റണം. എങ്ങനെ നമുക്ക് ഇവിടെ പൊല്യൂഷൻ ഇല്ലാത്തൊരു നാടാക്കി മാറ്റാൻ പറ്റുന്ന എളുപ്പമല്ലാതെ. ഇപ്പം നമ്മുടെ കുട്ടികളെ ഇത് പഠിപ്പിക്കണ്ടേ? എങ്ങനെ ഭൂമിയെ സന്തുലിതാവസ്ഥയിൽ എത്തിക്കാം? എന്താണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനെന്തൊക്കെയാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുക? ഒരുപക്ഷെ വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കുമ്പോൾ നാളെ അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നോക്കേണ്ടി വരില്ല. കാരണം ഭൂമിയുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിവുള്ള ആളുകൾ നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടാവുമോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പൊ നോക്കൂ, 5000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷി എഴുതി വെച്ചിരിക്കുകയാണ്, അസുരചിന്ത ഭൂമിയെ താഴോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ എന്താ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്? അസുരചിന്ത, ഒരു അസുരൻ വന്നിട്ട് ഭൂമിയെ താഴോട്ട് രസലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അസുരൻ എന്ന വാക്കിനൊക്കെ നമ്മൾ അർത്ഥമെടുക്കേണ്ടത്. അതിനാണ് നിങ്ങൾ ഭഗവത്ഗീതയും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്. ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, അസുരൻ എന്നാൽ കറുത്ത നിറമുള്ള കൊമ്പൻ മീശയുള്ള കൊടുവാളും കൊണ്ട് നടക്കുന്ന സീരിയൽ കഥാപാത്രങ്ങളല്ല. അതൊക്കെ സീരിയലുകാർ അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പം അസുരൻ എന്നൊക്കെ പറഞ്ഞാൽ അസുവിൽ രമിക്കുന്നവൻ. അസു എന്ന് പറഞ്ഞാൽ അവന്റെ സ്വാർത്ഥ ഭോഗ ചിന്തയിൽ, അവന്റെ സ്വാർത്ഥ സുഖങ്ങളിൽ രമിക്കുന്നവൻ. അപ്പൊ അവനവന്റെ സ്വാർത്ഥ സുഖത്തിൽ രമിക്കുന്നവൻ അവനെന്ത് ചെയ്യും? അവന്റെ സ്വാർത്ഥ ചിന്ത സമൂഹത്തിന്റെ മുഴുവൻ സ്വാർത്ഥ ചിന്തയാകുമ്പോൾ ക്രമേണ 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 ഭൂമിയുടെ സന്തുലിതാവസ്ഥയും താളം തെറ്റിച്ച് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഭൂമിയുടെ അവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഗൗരവമായിട്ട്. മനുഷ്യനിപ്പോൾ എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? കാലം കൊണ്ട് എങ്ങോട്ടാ പോകുന്നത്? നമുക്ക് ദീർഘവീക്ഷണങ്ങൾ വേണം. ഇപ്പം നമ്മുടെ ഭൂമിയിലേക്ക് ഇപ്പം ഓരോ വീടുകളിലും നിങ്ങളൊക്കെ വീടിൻ്റെ അകത്ത് ഇപ്പോൾ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ അതിലൊക്കെ ഹെർബിക് പോലുള്ള സാധനങ്ങൾ ഒഴിക്കും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഇതെല്ലാം ടോയ്ലറ്റിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സെപ്റ്റി ടാങ്കിൽ എത്തിക്കഴിഞ്ഞു, അവിടെ വെള്ളം നിറയും. ഇതെല്ലാം ഭൂമിയിലേക്ക് ഒഴുകുമോ ഈ സാധനം, ഈ കെമിക്കൽ? ഒഴുകുമോ ഇല്ലയോ? ഇത് ഇവിടുത്തെ മണ്ണിനെ ക്രമേണ ക്രമേണ ബാധിക്കുമോ? നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളായാലും ശരി, നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കലായാലും ശരി, ഇതൊക്കെ ഭൂമിയെ ബാധിക്കുമോ? കാലം കൊണ്ട് ഈ ഭൂമിയിലുള്ള പോസിറ്റീവ് ബാക്ടീരിയകൾ, അതായത് കൃഷിയൊക്കെ സംരക്ഷിച്ചു കൊണ്ടിരുന്ന കുറെ അണുക്കളുണ്ടാവും, അതൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ? എന്താണെന്ന് മിണ്ടാത്തത് നിങ്ങൾ? ഉണ്ടാവില്ല, ഇതൊക്കെ നശിക്കും. അപ്പൊ ഭൂമിക്ക് ക്രമേണ ക്രമേണ ഉൽപാദന ശക്തി കുറയും. അപ്പൊ പിന്നെ കൃത്രിമമായ ഉൽപാദനങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ആണോ? അങ്ങനെ കൃത്രിമ ഉൽപാദനത്തിലേക്ക് മനുഷ്യൻ പോകുമ്പോൾ ആരോഗ്യത്തെ ബാധിക്കുമോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പം ഇവിടെ കൊണ്ട് തള്ളുന്ന ഈ സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കാനാണോ നമ്മുടെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ടത്? ഇത് കുട്ടികൾക്ക് അതിൻ്റെ ദീർഘവീക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ലേ? നമ്മൾ എന്തുപയോഗിക്കുന്നുണ്ടോ ഈ കെമിക്കലുകളൊന്നും അവിടെ നിൽക്കുകയില്ലെന്നും ഇത് മണ്ണിലേക്ക് എത്തുമെന്നും ഒരുപക്ഷെ കുടിവെള്ളത്തിലേക്ക് എത്തുമെന്നും അത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ക്രമേണ അവർക്ക് പറയൂ ബാധിക്കുമെന്നും, അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ നാളെ വരാൻ പോകുന്ന തലമുറയ്ക്ക് ഇവിടെ ഒന്നും ഉണ്ടാവാത്തൊരവസ്ഥ വന്നാൽ നോട്ടുണ്ടായിട്ട് എന്താ കാര്യം? മനുഷ്യന് ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ, ശുദ്ധവെള്ളം കിട്ടിയില്ലെങ്കിൽ ഈ ഭൂമിയിൽ പിന്നെ എന്ത് ജീവിതം? കഴിഞ്ഞില്ലേ മനുഷ്യന്റെ ജീവിതം? മനസ്സിലായോ? അപ്പൊ പുരോഗതി എവിടെയാണ് മനുഷ്യനെ കൊണ്ട് എത്തിക്കുന്നത്? അധോഗതിയിലേക്കാണ്. അപ്പൊ പുരോഗതി വേണം, പക്ഷെ അത് നാശം വിതച്ചുകൊണ്ടുള്ള പുരോഗതി ആവരുത്. പറയുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് എവിടെയാണ് നഷ്ടപ്പെട്ടതെന്നറിയോ? നമ്മൾ ഭൂമിയെ സംരക്ഷിക്കേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല. അപ്പൊ ഇവിടെ പന്നിയെ കൊണ്ട് ഭഗവാൻ വരാഹമായി വന്ന് ഭൂമിയെ ഉയർത്തിയെന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പങ്ക് ചെയ്യാനുണ്ട്. ഇവിടെ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ച ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാം, അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തുള്ള ലീലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഗോക്കളെ മേയ്ക്കുന്ന കൃഷ്ണനാണ്. ആണോ അല്ലയോ? ഇന്ന് ലോകം തന്നെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്, പശുക്കളിലൂടെയുള്ളൊരു കൃഷി രീതിയിലേക്ക് മനുഷ്യൻ തിരിച്ചു പോയിരുന്നെങ്കിൽ ഇത്ര ഭൂമിക്ക് അപകടം ഉണ്ടാവില്ല. ഇപ്പൊ നോക്കൂ, പശുവിന്റെ ചാണകവും മൂത്രവും വെച്ചുകൊണ്ട് കൃഷി ചെയ്യുമ്പോൾ അതിന് വലിയ പേരിട്ടിരിക്കുകയാണ്, ഓർഗാനിക് കൃഷി രീതി. കേട്ടില്ലേ നിങ്ങൾ? അതൊരു വലിയ വാല്യൂ കൊടുത്തിരിക്കുകയാണ്. പണ്ട് നമ്മുടെ വീടുകളിൽ പശുവും അതുപോലെ ഈ ചാണകവും ഗോമൂത്രവും ഒക്കെ വെച്ച് തന്നെയായിരുന്നു കൃഷി. ആണോ? അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മളിപ്പോൾ ഉണ്ടല്ലോ, ഏത് കഥ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞാൽ ഒരു കഥ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഒരു കാട്ടിൽ ധാരാളം തത്തകളുണ്ടായിരുന്നു.
തത്തകൾ, ധാരാളം തത്തകൾ. അപ്പം ഈ തത്തകളെ വേടന്മാർ വന്ന് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് തത്തകളിൽ ഒരു തത്ത, അതെനിക്ക് തോന്നുന്നു സാക്ഷര തത്തയായിരുന്നു. ഈ പ്രായമുള്ളവർക്കൊക്കെ ക്ലാസ് ഉണ്ടല്ലോ, അതേപോലെ ഈ തത്തയ്ക്ക് എവിടുന്നോ ക്ലാസ് കിട്ടി. അപ്പോൾ തത്തയ്ക്ക് ഇത്തിരി സാക്ഷരതയൊക്കെ വന്നപ്പോൾ തത്ത വിചാരിച്ചു ഈ കൂടെയുള്ള തത്തകളേക്കുന്ന് വിദ്യാഭ്യാസം കൊടുത്ത് ഇവർക്കൊക്കെ ഒരു അവബോധം വരുത്തിയാൽ വേടന്മാർക്ക് വന്ന് ഇവരെ ചൂഷണം ചെയ്യാൻ സാധിക്കില്ല. അപ്പം പിറ്റേ ദിവസം മുതൽ ക്ലാസ് തുടങ്ങി. സാക്ഷരതാ ക്ലാസ് എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? അതേപോലെ ക്ലാസ് ആര് തുടങ്ങി? തത്ത മുത്തശ്ശി തുടങ്ങി. എല്ലാ തത്തകളെയും മുന്നിൽ പിടിച്ചിരുത്തി തത്ത പറയുകയാണ്, ഏറ്റുചൊല്ലണം നിങ്ങളൊക്കെ, നിങ്ങളല്ല തത്തക്കുട്ടികളോട്, നിങ്ങളെല്ലാവരും ഏറ്റുചൊല്ലണം. തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചാവും. നന്നായില്ലേ ക്ലാസ്? എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങളെപ്പോലെ ആയിരുന്നില്ല അവർ പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്തു. ആ പറഞ്ഞു കൊടുത്തു. ഒക്കെ നെക്സ്റ്റ് ഡേ ഈ മുത്തശ്ശി വന്ന് ഇരിക്കേണ്ട താമസം ആ തത്തകളെ അങ്ങോട്ട് നോക്കിയപ്പോഴേക്കും അവരെല്ലാവരും പറയാൻ തുടങ്ങി, തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചാവും. മുത്തശ്ശിക്ക് വലിയ ഇഷ്ടമായി. കാരണം ഈ തത്തകൾക്കൊക്കെ വലിയ ബോധം വന്നു. ഇനി ഇവരെ ഒന്നും ചൂഷണം ചെയ്യാൻ ഒരു വേടനും സാധിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് മുത്തശ്ശിക്ക്. അങ്ങനെ ഒരു വേടൻ വന്നു, വേടൻ വല വിരിച്ചു, ധാന്യങ്ങളിടുമ്പോൾ ഈ തത്തകളൊക്കെ വൃക്ഷക്കൊമ്പുകളിലിരുന്ന് ഒന്നിച്ച് പാടുകയാണ്, തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, നിങ്ങൾ ചെന്നിരിക്കരുത്, ഇരുന്നാൽ കുരുങ്ങും. ഇത് കേട്ടപ്പോൾ മുത്തശ്ശിക്കുണ്ടായൊരു പരമാനന്ദം. കാരണം ഈ തത്തകളിലൊക്കെ സ്വയം രക്ഷിക്കാനുള്ള ഒരു ബോധം ഉണ്ടായി, അറിവുണ്ടായല്ലോ. അത് മുത്തശ്ശി തൊഴുതിട്ട് പറഞ്ഞു, കുട്ടികളെ ഇത് നിലനിർത്തണം, ഇതാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. എന്നാൽ വേടൻ എനിക്ക് തോന്നണോ മിക്കവാറും പെരുമ്പാവൂരുകാരനായിരുന്നു എന്ന് എനിക്കറിയില്ല. ഈ വേടൻ്റെ ഉള്ളിലൊരു ചിന്ത, ഈ തത്തകളൊക്കെ പാടുന്നത് തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങൾ ഇടുന്ന എന്നൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന്. ഇവനെന്ത് വെച്ചാൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുവന്ന് ആ ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ടപ്പോൾ അതിലൊരു തത്ത ചോദിക്കേണ്ടതാണ്, ഇതുപോലെ കുഞ്ഞു തത്തകൾ, അല്ല മുത്തശ്ശി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ധാന്യങ്ങൾ ഇടുന്നല്ലേ, ഫ്രൂട്ട്സ് ഇടുന്ന് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന്. മുത്തശ്ശി എന്താ പഠിപ്പിച്ചിരിക്കുന്നത്? ധാന്യങ്ങൾ ഇടുന്നല്ലേ, ഇവിടെ ഇട്ടിരിക്കുന്നത് ഫ്രൂട്ട്സ് അല്ലേ, അത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ആർത്തി പൂണ്ട് ആ കൊച്ചു തത്ത ആ ഫ്രൂട്ട്സ് കൊത്തി തിന്നാനായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ആർത്തി മുഖത്തുള്ള ആ തീറ്റ കണ്ടപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കാര്യം പറയണ്ടല്ലോ. അത് ഈ സപ്താഹത്തിൻ്റെ ഉച്ചയ്ക്കത്തെ സമയം പോലെയാണത്. ഒരു തത്ത പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാ തത്തകളും പുറകിൽ പോയിക്കൊള്ളും. അങ്ങനെ എല്ലാ തത്തകളും അതാ പറക്കുന്നു, നേരെ വലയിൽ ചെന്നിരിക്കുന്നു. ഈ മുത്തശ്ശി തത്ത ഉറക്കെ പറയണ്ട, അരുത്, പോവരുത്, പോവരുത്. എന്ത് പോവരുത്? അപ്പൊ ഇങ്ങോട്ട് തിരിച്ചു പറയാണ്, ഇത് ഫ്രൂട്ട്സ് ആണ്, ഏതല്ല ധാന്യമല്ല. മുത്തശ്ശി തെറ്റുപറ്റി, ഇത് ഫ്രൂട്ട്സ് ആണ്, ധാന്യമല്ല. മുത്തശ്ശി എന്താ പഠിപ്പിച്ചത്? ധാന്യങ്ങൾ ഇടുന്നല്ലേ. അതുകൊണ്ട് മുത്തശ്ശി വിഷമിക്കേണ്ടത് ഫ്രൂട്ട്സ് ആണ്. ആ വേടൻ ഫലവലിച്ചു, എല്ലാം കുരുങ്ങി. എല്ലാ തത്തകളെയും കൊണ്ട് ആ വേടൻ പോകുമ്പോൾ മുത്തശ്ശി പൊട്ടി പൊട്ടി കരയണം. അപ്പൊ ഈ വലയിലിരുന്നു കൊണ്ടും ആ തത്തകൾ പാടുകയാണ്, മുത്തശ്ശി കരയണ്ട, ഞങ്ങൾ മറന്നിട്ടില്ല, തത്തകളെ തത്തകളെ കാട്ടിൽ വേടൻ വരും, വേടൻ വല വിരിക്കും, വലയിൽ ധാന്യങ്ങളിടും, ഇരുന്നാൽ കുരുങ്ങും, കുരുങ്ങിയാൽ ചാവും. എവിടുന്നാ പാടുന്നത്? എവിടെ ഇരുന്നാ പാടുന്നത്? വലയിലിരുന്ന്. ഞാൻ എന്തിനായി കഥ പറഞ്ഞത്? ഇതുപോലെ ആവരുത് മനുഷ്യൻ. മനസ്സിലായില്ലേ? നമ്മൾ കുട്ടികളിൽ അവബോധമുണ്ടാക്കണം. വരാൻ പോകുന്ന കാര്യങ്ങളെയൊക്കെ കുട്ടികളിൽ ചിന്ത ഉണ്ടാക്കണം. കഷ്ടകാലത്തിന് നമ്മുടെ വിദ്യാഭ്യാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായത്. കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു വിദ്യാഭ്യാസം നമുക്ക് ഇല്ലാതെ പോയി. താൻ ഇരിക്കുന്ന കൊമ്പ് മറിഞ്ഞു വീഴുന്നതാണ്. ഈ ഭൂമിയുടെ നിലനിൽപ്പ് തന്നെ വിഷമാവസ്ഥയിലൂടെയാണ്. ഇതിനെ ഉയർത്തി കൊണ്ടുവരാൻ എന്താണ് പ്രകൃതിയെ നശിപ്പിക്കാത്ത രീതി എന്ന് ചിന്തിക്കുമ്പോൾ, കൂട്ടായ ചിന്തയിലൂടെ മനുഷ്യൻ ചിന്തിക്കുമ്പോൾ, അത് തന്നെയല്ലേ ഭൂമിയെ ഉയർത്തൽ? പറയൂ നിങ്ങൾ. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഗൗരവമായ ചിന്ത മനുഷ്യർക്ക് വേണോ? വേണ്ടയോ? 5000 വർഷം മുമ്പ് ഇങ്ങനൊരു കഥ എഴുതി വെച്ച വ്യാസഭഗവാനെ നമ്മൾ നമിക്കണ്ടേ? ഭൂമി താഴ്ന്നു പോവാൻ സാധ്യതയുണ്ട്. ഭൂമി താഴ്ന്നു പോവുക എന്ന് പറഞ്ഞാൽ സൗരയൂഥത്തിലെ അതിൻ്റെ ഭ്രമണപഥത്തിൽ നിന്നല്ല, ഭൂമിയുടെ ക്വാളിറ്റി, ഭൂമിയിലെ ജീവിത നിലവാരം,
അത് ക്രമേണ ഭൂമിയുടെ പ്രകൃതിയുടെ വൈഭവങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം കാർഷികതയെല്ലാം, ഇവിടുത്തെ വെള്ളമെല്ലാം ക്രമേണ പൊല്യൂട്ടഡായി അത് ക്രമേണ പോവാൻ സാധ്യതയുണ്ട്. കാരണം മനുഷ്യൻ രസലോകത്തിലേക്ക് ഇതിനെ തള്ളുമ്പോൾ ഈ ഭൂമി താഴോട്ട് പോകുമ്പോൾ അത് ഭൂമിയുടെ മരണമായി. കവികൾ എഴുതി വെച്ചിട്ടില്ലേ ഭൂമിക്കൊരു ചരമഗീതം? ഉണ്ടോ ഇല്ലയോ? പാവം സുഗതകുമാരി അമ്മ ഒരു ചെടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ചെടി നടാം എന്ന് പാടിയിട്ടുണ്ടോ? ഇവരൊക്കെ എഴുതി വെച്ചത് എന്തുകൊണ്ടാണ്? ഭൂമിയുടെ വരാൻ പോകുന്ന ദുരന്തത്തെ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ്. ആണോ? പറയൂ നിങ്ങൾ. ഇത് തന്നെയല്ലേ നമുക്ക് യജ്ഞവരാഹ കഥയിലൂടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്? നമുക്കിവിടെ നിലനിൽക്കണമെങ്കിൽ പ്രകൃതി നിലനിൽക്കണം. പ്രകൃതി ഇല്ലെങ്കിൽ നാം ഇവിടെ നിലനിൽക്കാൻ മോഹിച്ചിട്ടും അവർക്ക് പറയൂ കാര്യമില്ല. സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും നേടുമ്പോൾ ഇരിക്കുന്ന ഭൂമി അപകടത്തിലാണ്, വിഷത്തിലാണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്നിട്ടും കാര്യമില്ല. നിങ്ങൾ കേട്ട് കാണും, എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു ദുരന്തം കാസർഗോഡ് വാരി വിതറിയപ്പോൾ ജനിക്കുന്ന ഓരോ കുഞ്ഞും വക്രിച്ച ശരീരത്തോടു കൂടിയിട്ടുള്ള കുഞ്ഞുങ്ങളായപ്പോഴാണ് അതിൻ്റെ അപകടം മനസ്സിലായത്. എത്രയോ കാലം എൻഡോസൾഫാൻ അടിച്ചടിച്ച് പിന്നീട് വരുന്ന കുഞ്ഞുങ്ങളെ അത് ബാധിച്ചു. ഇതുപോലെ നിങ്ങൾ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയുടെ അവസ്ഥ കേട്ട് കാണും. ഉണ്ടോ ഇല്ലയോ? ഇങ്ങനെ ഓരോ സ്ഥലത്തും ജനിക്കുന്ന കുട്ടികളിൽ ചില വൈകല്യങ്ങൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 10-50 വർഷം കഴിഞ്ഞ് ഇവിടെ ഉണ്ടാവുന്ന കുട്ടികളിൽ അങ്ങനെ ഒരു വൈകല്യം വരുമ്പോഴായിരിക്കും ഈ കഥകളുടെയൊക്കെ പ്രസക്തി മനുഷ്യൻ ഉറക്കെ പറയൂ നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇപ്പോഴേ ചിന്തിക്കാനുള്ളൊരു തിരിച്ചറിവായി ഈ കഥകൾ ഉപയോഗിച്ചുകൂടെ? വരാൻ പോകുന്ന ഒരു ദുരന്തത്തെ മുൻകൂട്ടി കാണിച്ചെന്ന വ്യാസഭഗവാൻ. അതുകൊണ്ടാണ് വ്യാസഭഗവാനെ സ്തുതിക്കുന്നത്. നമോസ്തുതേ വ്യാസ വിശാലബുദ്ധേ പുല്ലാരവിന്ദായത പത്രനേത്ര ഏനത്തയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. ഗീതയിൽ ഭഗവാൻ വേദവ്യാസ മഹർഷി കൃഷ്ണനിലൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. നിങ്ങൾക്ക് ഇവിടെ ശ്രേയസ് വേണോ? നിങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പ് വേണോ? ദേവാൻ ഭാവയത. പ്രകൃതി ദേവന്മാരെ, പ്രകൃതി ശക്തികളെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തണട്ടോ. ഈ പ്രകൃതിയെ നിങ്ങൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ സംരക്ഷണവും പ്രകൃതി ഇല്ലാതാക്കും. കാരണം പ്രകൃതിയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ. നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയാണ്. ഭൂമി നിലനിന്നാലേ ഈ ശരീരത്തിനും ആരോഗ്യത്തോടുകൂടി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയുള്ള ഭൂമി നിലനിൽക്കണം? ആരോഗ്യമുള്ള ഭൂമിയാണെങ്കിൽ ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമില്ലാത്ത ഭൂമിയാണെങ്കിൽ രോഗമുള്ള ശരീരം. ഏത് വേണം? ഇന്ന് നമ്മൾ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ വൈറസുകൾ മനുഷ്യനെ കൊല്ലുന്ന കാലമാണ്. കോവിഡ് എന്ന് പറയുന്ന മഹാവ്യാധി നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് കോവിഡ് നമ്മളെ നശിപ്പിച്ചത്? അതെന്ന് മനസ്സിലാക്കണം. ശരീരത്തിന് പ്രതിരോധിക്കാനുള്ള അവർക്ക് പറയൂ നിങ്ങൾ ശക്തി നഷ്ടപ്പെട്ടു. എങ്ങനെ ഈ ശക്തി നഷ്ടപ്പെട്ടത്? ഇതിനെക്കുറിച്ചൊക്കെ കുറച്ച് ഗൗരവമായി ചിന്തിക്കണ്ടേ? വേണോ വേണ്ടയോ? ഞാൻ ഈ ഒരു വിഷയം പറയുമ്പോൾ നിങ്ങൾ അത്ര ഗൗരവത്തിൽ എടുക്കില്ല. കാരണം അങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ഭാഗവതമായി നിങ്ങൾ ഭാഗവത്തെ കണ്ടിട്ടില്ല. നിങ്ങളിതിനെ വെറും കഥയായിട്ട് കാണുകയാണ്. പക്ഷെ കഥ കഴിയുന്ന നമുക്ക്, അല്ലെങ്കിൽ കഥ തീർന്നു പോകുന്ന നമുക്ക് വെറും കഥ കേട്ട് പോയിട്ട് യാതൊരു കാര്യമില്ല. ഇതിനെ കഥയുള്ളതാക്കി തീർക്കണം. വേണോ വേണ്ടയോ? ഞാൻ പറയുന്നത് അർത്ഥവത്താണോ? വേണ്ടതാണോ? ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണോ? പറയൂ നിങ്ങൾ. ഇതൊക്കെ അമേരിക്കക്കാരൻ കണ്ടുപിടിച്ചിട്ട് അവർ പേറ്റന്റ് എടുത്ത് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മുടെ ഇത്തരം കഥകളെ ഉപയോഗിച്ച് കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കേണ്ടവരായി മാറണ്ടേ? വേണോ വേണ്ടയോ? പ്ലാസ്റ്റിക് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പ്ലാസ്റ്റിക് നിരോധനം. എന്നിട്ട് നോക്കുക എന്തൊരു ക്രൂരതയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത്. ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പ്ലാസ്റ്റിക് കവറിലാണ് തരുന്നത്, ഇല്ലേ? അത് കൊണ്ടുപോകാൻ മാത്രം പ്ലാസ്റ്റിക് കവർ നിരോധിക്കണമെന്ന്. എടോ പൊട്ട, നീ തരുന്ന പഞ്ചസാരയൊക്കെ പ്ലാസ്റ്റിക്കിലല്ലേ? അതൊക്കെ നിനക്ക് പ്ലാസ്റ്റിക് തരാന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഒരു കവർ മാത്രം പ്ലാസ്റ്റിക് അല്ലില്ല, കൊണ്ടുപോകാൻ പാടില്ല. അത് പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ പ്ലാസ്റ്റിക്കിലല്ലേ? അതങ്ങനെയാണെന്ന് കാണുന്നില്ലേ നിങ്ങൾ? ഇതൊക്കെ അഭ്യാസങ്ങൾ ഉണ്ടോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? അപ്പൊ പ്ലാസ്റ്റിക്കിനെയൊക്കെ നിരോധിച്ചു എന്ന് പറയുമ്പോഴും പ്ലാസ്റ്റിക്കിനെ നിരോധിക്കാൻ പൂർണ്ണമായും സാധിക്കുന്നില്ല. അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പോഴും കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഉണ്ടോ ഇല്ലയോ? അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികൾ ഗവേഷണം ചെയ്യേണ്ടവരാണ്. ഓരോ സ്കൂളുകളും ഗവേഷണം ചെയ്യേണ്ടതാണ്. എന്താണ് ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടുള്ളത്? വേണ്ടല്ലേ? വേണ്ടതാണോ അല്ലയോ? ഇത് നിൽക്കട്ടെ. ഇനി നമുക്ക് പാരമാർത്ഥിക തലത്തിൽ ഈ കഥയെ കാണണം. ഞാൻ പറഞ്ഞു വ്യാവഹാരിക തലത്തിലും കാണണം, ഏത് തലത്തിലും കാണണം.
പാരമാർത്ഥിക തലത്തിൽ കാണാം. അവിടെ മനസ്സെന്ന് പറയുന്നത് വ്യാസഭഗവാൻ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും മനസ്സിനെയാണ് ഇവിടെ ഭൂമിക എന്ന് പറയുന്നത്. അപ്പൊ കേവലം ഭൂമി അല്ല ഭൂമി, ഇവിടെ മനസ്സും ഭൂമിയാണ്. അപ്പൊ ഈ മനസ്സെന്ന് പറയുന്ന സാധനത്തിൽ അടിഞ്ഞുകൂടുന്ന വികാരങ്ങൾ, ചിന്തകൾ, അത് ക്രമേണ മനസ്സിനെ താഴ്ത്തിക്കളയും. അതാണ് ഇന്ന് ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന രോഗങ്ങൾ, മനുഷ്യ മനസ്സിലുണ്ടാക്കുന്ന മാനസികമായ പലതരത്തിലുള്ള വിഭ്രാന്തികൾ. ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയമാണ്. കാരണം ഇതിനെക്കുറിച്ച് നിങ്ങൾ അത്ര ഉത്കണ്ഠ നിങ്ങൾക്കില്ല. നമ്മുടെ കുട്ടികളിൽ പലപ്പോഴും ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകൾ നിങ്ങൾ അതിനത്ര ഗൗരവത്തിൽ കാണുന്നില്ല. നിങ്ങൾ വിചാരം അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചാലൊക്കെ ആയെന്നുള്ളതാണ്. പക്ഷെ ഈ അസ്വസ്ഥതകളായിരിക്കാം വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലേക്ക് അവരെ വലിച്ചു കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ നിങ്ങൾ പോലും അറിയില്ല ഈ കുട്ടിയുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് പല രക്ഷിതാക്കളും പറയുക, ഞാൻ അറിഞ്ഞതേയില്ലേ ഇവൻ ഇങ്ങനെയുള്ള ഒരുത്തനാണെന്ന് പറയാറില്ല ഇങ്ങനെ. അപ്പൊ കുട്ടികളുടെ ഉള്ളിൽ മാനസികമായ പലതരത്തിലുള്ള പിരിമുറുക്കങ്ങൾ. ഇന്നാണെങ്കിൽ വിദ്യാഭ്യാസം അത്രയും സ്ട്രെസ് ഉള്ളതുകൊണ്ട്, വളരെയധികം ടെൻഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട്, പരീക്ഷയ്ക്കെന്ന് പറയുന്ന ടെൻഷൻ ഉള്ളത് കൊണ്ട് കുട്ടികളുടെ ഉള്ളിൽ നടക്കുന്ന പിരിമുറുക്കങ്ങളെ, സംഘർഷങ്ങളെ, ഭയത്തെ, അസ്വസ്ഥതയെ അത്ര എളുപ്പത്തിൽ ആരും കാണാറില്ല. ഒരു ദിവസം മകൻ തൂങ്ങി മരിക്കുമ്പോഴാണ് അമ്മ നെഞ്ചത്തടിച്ച് കരയുന്നത്. എൻ്റെ കുട്ടിക്ക് ഇത്രയും വിഷമമുണ്ടായത് എനിക്ക് അറിയില്ലായിരുന്നു, അവൻ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. അത് ആ കുട്ടിയുടെ തെറ്റല്ല. ഇത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് ആർക്കുണ്ടാവേണ്ടിയിരുന്നു? അമ്മയ്ക്കുണ്ടായിരുന്നു. അപ്പം മാനസികമായ സംഘർഷങ്ങൾ തെറ്റായ കൂട്ടുകെട്ടിലേക്ക് പോകും. ചിലപ്പോൾ അതിൽ നിന്നൊരു റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും കുട്ടികൾ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുന്നത്. അങ്ങനെ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെടുമ്പോൾ മനസ്സ് താഴോട്ട് അധപ്പതിക്കുകയില്ലയോ? മനസ്സ് താഴോട്ട് അധപ്പതിക്കുമോ ഇല്ലയോ? അധപ്പതിക്കും. വേണ്ടാത്ത കൂട്ടുകെട്ട് മനസ്സിനെ തളർത്തുമോ ഇല്ലയോ? അതിൻ്റെ കഴിവിനെ ഇല്ലാതാക്കുമോ? പറയൂ. ഇതേപോലെ പലതരത്തിലുള്ള മാനസിക മൊബൈൽ അഡിക്ഷൻ വരുന്നത് അതുകൊണ്ടാണ്. കുട്ടികളുടെ അമിതമായ മൊബൈൽ അഡിക്ഷൻ മനസ്സിനെ താഴോട്ട് കൊണ്ടുപോവോ? ഉറക്കെ പറയൂ നിങ്ങൾ. ഇതിനൊക്കെ എന്താണ് പരിഹാരം? ഇവിടെയാണ് ഈ യജ്ഞവരാഹ കഥ നമ്മൾ ഒരു പാരമാർത്ഥിക തലത്തിൽ കാണേണ്ടത്. അപ്പൊ ഇവിടെ ഹിരണ്യാക്ഷൻ ഭൂമിയെ താഴോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അർത്ഥം എടുക്കേണ്ടത് ആസുരിക ചിന്തകൾ. എന്താണ് മനുഷ്യൻ്റെ ഉള്ളിൽ ആസുരിക ചിന്തകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥത, കാമം, ക്രോധം തുടങ്ങിയിട്ടുള്ള ചിന്തകളൊക്കെ മനസ്സിനെ എങ്ങോട്ട് കൊണ്ടുപോകും? താഴോട്ട് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ മനസ്സിനെ അത് അധപ്പതിപ്പിക്കും. അതാ നേരത്തെ പറഞ്ഞ വേണ്ടാത്ത കൂട്ടുകെട്ടോ ലഹരിയോ എടുത്തുചാട്ടങ്ങളോ, ചിലപ്പോൾ അത് ആക്രമണ രൂപത്തിലോ, അച്ഛനെ അടിക്കലും അമ്മയെ അടിക്കലും കുത്തലും കൊലയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അമ്മയെ കുത്തിന്നൊക്കെ കേൾക്കുന്നില്ലേ? ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുട്ടികളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാതെ വരുമ്പോൾ, ഒരു സംഘർഷം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുമ്പോഴാണ്. ആണോ? ഇതൊക്കെ നിങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ നാളത്തെ ഇരകൾ നിങ്ങളാവും. കാരണം അവരുടെ ഉള്ളിൽ അങ്ങനെയുള്ള ചിന്തകളാണ് കടന്നു പോകുന്നത്. ഇന്ന് കൊല്ലാനൊന്നും മടിയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ആണോ അല്ലയോ? കഴിഞ്ഞ ദിവസമാണ് മാനസിക വിഭ്രാന്തിയുള്ള ഒരു പയ്യൻ അമ്മയെ 21 കുത്തുകുത്തി കൊന്നിരിക്കുന്നത്. ആണോ? അപ്പൊ ഇതൊക്കെ നമ്മുടെ കുട്ടികളെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. അപ്പൊ ഇതിനെന്താണ് വഴി? തളർന്നു പോകുന്ന മനസ്സിനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരണം. അപ്പൊ നമ്മൾ തളരുന്നില്ല എന്ന് വിചാരിക്കരുത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള, ഈ വർഷത്തെ വെക്കേഷനൊക്കെ നിങ്ങൾ വെറുതെ തീർക്കരുത്. കുട്ടികളിൽ സംഘർഷങ്ങളുണ്ട്, പിരിമുറുക്കങ്ങളുണ്ട്, അസ്വസ്ഥതകളുണ്ട് എന്ന് മാത്രമല്ല അമിത ആസക്തികളുണ്ട്. കാരണം അവർക്കൊന്നും ഓൺലൈനിലൂടെയൊക്കെ പലതും വാങ്ങിക്കാനും കിട്ടും എന്നൊക്കെ അറിയുമ്പോൾ അവർക്ക് അതിനോടൊക്കെ ഉള്ള ഒരു ആസക്തിയും താല്പര്യവും അവർക്ക് പറയൂ കൂടുതലാണ്. കാരണം ഇന്ന് നമ്മുടെ മുന്നിൽ ഉള്ളൊരു ലോകം പോലെയല്ല ഈ കുട്ടികളുടെ മുന്നിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ. ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആ കുട്ടികളുടെ മുന്നിൽ ട്വിറ്റർ അക്കൗണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടോ തുറന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ ലോകം മുഴുവൻ തെളിയാണ്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ? ഇന്ന് അവരെ വൃത്തികെട്ട ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ അവർക്ക് പ്രയാസമില്ല. ഇന്ന് കുട്ടികൾക്ക് അവരെ ഇരകളാവുകയാണ്, ഇതിലൊക്കെ ആസ്വദിക്കുകയാണ് അവര്. ആണോ? അതിൽ പിന്നെ വിക്ടിമൊക്കെ ആയിട്ട്. ഞാൻ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന സമയത്ത് രാവിലെ തന്നെ ഒരു അമ്മ ഈ വിഷമമായിട്ടാണ് വന്നിരിക്കുന്നത്. മകൻ്റെ ഫോണിലേക്ക് ആരോ വേണ്ടാത്തൊരു ഫോട്ടോ അയച്ചു, പെണ്ണിൻ്റെ. ഈ ഫോട്ടോ അവൻ്റെ ഫോണിൽ നിന്ന് ഇവൻ അറിയാതെ ഷെയർ ചെയ്തു പോയി. ഇത് പിടിക്കപ്പെട്ടപ്പോൾ ഇവൻ കുരുങ്ങിപ്പോയി. ഇവൻ്റെ ഫോണിൽ നിന്നാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ അവന് പറയാൻ പറ്റില്ല. അമ്മ നാണം കെട്ട് കിടക്കുകയാണ്.
കാരണം വൃത്തികെട്ട ഫോട്ടോസാണ് ആ ഫോണിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഈ പാവം പയ്യൻ അറിയില്ലെന്ന് ഇവൻ്റെ ഫോൺ അതിൽ ഉപയോഗിച്ചു എന്നുള്ളത്. ഇപ്പം ഞാനിത് നിങ്ങളോട് പറയണമെന്ന് വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ പോലും ഇരകളായി മാറുന്ന കാലങ്ങളാണ്. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക്? നമ്മൾ ഗൗരവത്തോടെ ജീവിതത്തെ കാണണം. ഇപ്പം നോക്കൂ, നിങ്ങൾ ഫോൺ എടുത്താൽ കേൾക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾക്കാരെങ്കിലും വല്ല പോലീസിൽ നിന്നോ മറ്റോ ഫോൺ വന്നു കഴിഞ്ഞാൽ അത് സൈബർ തട്ടിപ്പുകാരാണെന്ന് എന്തേ പറയാൻ കാരണം? കുറേ ആളുകൾ സൈബർ തട്ടിപ്പിന് ഇരകളായി മാറിയത് കൊണ്ടാണ്. അവരത് വിശ്വസിക്കുന്ന ആണോ? അതുകൊണ്ടല്ലേ ഗവൺമെന്റ് അങ്ങനത്തെ ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ടാവുക. അപ്പൊ ഇവിടെയാണ് നമ്മൾ കുട്ടികളിലേക്ക് അവബോധം സൃഷ്ടിക്കേണ്ടത്. നമ്മുടെ മനസ്സിനെ ഇരണ്യാക്ഷൻ ഭൂമിയെ താഴ്ത്തിയതുപോലെ നമ്മുടെ മനസ്സിനെയും പല സ്വാർത്ഥ മനസ്സുകൾ താഴ്ത്താം. നമ്മളിലെ സ്വാർത്ഥതയും അല്ലെങ്കിൽ നമ്മുടെ ഒരു ആസക്തിയും അറിയാതെ ചിലതിൽ പെട്ടുപോയാൽ നമ്മുടെ മനസ്സ് താഴ്ന്നു പോകുന്നത് നമ്മളാരും കാണുകയില്ല. അപ്പൊ ഈ അസുരനും ഭൂമിയും എവിടെയാണപ്പോൾ? ഈ അസുരനും ഭൂമിയും എവിടെയാണപ്പോൾ? പുറത്തെവിടെയെങ്കിലാണോ? ഭൂമി നമ്മുടെ മനസ്സാണ്, അസുരനും നമ്മുടെ ചിന്തകളാണ്. ഗീതയിലെ പ്രസിദ്ധമായ വരികൾ ഓർക്കണം. ഉദ്ധരേതാത്മനാത്മാനം ന ആത്മാനം അവസാദേ ആത്മൈവ ആത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന. അവനവൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവും അവനവൻ തന്നെയാണ്. അവനവൻ്റെ ഏറ്റവും കടുത്ത ശത്രുവും അവനവൻ തന്നെയാണ്, വേറെ ആരുമല്ല. നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യങ്ങളാണ് നമ്മുടെ ശത്രുക്കള്. ഇത് കുട്ടികൾക്ക് പാവം അറിയില്ല. കാരണം ദൗർബല്യം ആർക്കും മനസ്സിലാവില്ല. ഈ ദൗർബല്യങ്ങളാണ് പലരും ചൂഷണം ചെയ്യുന്നത്. ആ ദൗർബല്യത്തെ ചൂഷണം ചെയ്ത് ഇരകളാകുമ്പോഴാണ് തിരിച്ചറിയുന്നത് ഞാൻ ഇരയായി പോയത്. ഇന്നത്തെ ദിവസം ഞാൻ പറയണ്ടല്ലോ, ഒരു പാവം പയ്യനെ വിഷം കൊടുത്ത് ഇല്ലേ, കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നൊരു കഥയാണെന്ന് പറയാനുള്ളത് ആണോ? അപ്പോൾ സ്നേഹം എന്ന വാക്കിനെ മിസ്യൂസ് ചെയ്ത് ആ സ്നേഹത്തെ വളരെയധികം ഒരു തെറ്റായ രീതിയിൽ ഉപയോഗിച്ച് പാവം ഒരുത്തൻ്റെ ജീവിതം തീർത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ആണോ ഇല്ലയോ? അപ്പൊ നോക്കൂ, ആ പയ്യനത് വിശ്വസിക്കുകയാണ്. ഭാര്യ പറയുന്നത് ഇരയായി തീർന്നു. ഇരയായി തീർന്നപ്പോഴേക്കും ജീവിതവും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. നാളത്തെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇതിനെന്താണ് ഒരു വഴിയുള്ളത്? അവിടെയാണ് യജ്ഞവരാഹം. ആരവതരിക്കണം? വരാഹം അവതരിക്കണം. അപ്പൊ ഇവിടെ ആരാണ് വരാഹം? വരാഹം എന്ന് പറയുന്നത് കേവലം ഇവിടെ ഒരു പന്നിയല്ല. ഞാൻ പറഞ്ഞു, വരാഹം എന്ന് പറഞ്ഞാൽ യജ്ഞഭാവനയാണ്. ആരാണ്? യജ്ഞഭാവനയാണ്. എന്തിനാണ് വരാഹത്തിന്റെ രൂപം വെച്ചിരിക്കുന്നത്? വരാഹം ഏറ്റവും വൃത്തികെട്ട സാധനത്തെയാണ് കഴിക്കുക, അല്ലേ? ഏറ്റവും മാലിന്യമായ സാധനത്തിലാണ് അത് ഇടപെടുക. പക്ഷെ ആ മാലിന്യമൊന്നും അതിനെ ബാധിക്കില്ല. അതിനെ ഒരു വൃത്തിയാക്കുന്ന സ്കാവഞ്ചർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഒരു കാലഘട്ടത്തിലുണ്ടല്ലോ, മനുഷ്യൻ പുറത്ത് ടോയ്ലറ്റ് പോയ ഒരു കാലഘട്ടത്തിൽ ഈ ടോയ്ലറ്റിനൊക്കെ വൃത്തിയാക്കിയിരുന്നത് ഇത്തരം പന്നികളായിരുന്നു അത്രേ. അതായത് ഒരു പരിസരം, മലിനമായ പരിസരത്തെ വൃത്തിയാക്കി വെക്കുന്ന ഒരു വർഗത്തിൽപ്പെട്ടതായിരുന്നു പന്നി എന്നുള്ളത്. ഇന്നും അങ്ങനെ തന്നെയല്ലേ? ഈ അഴുകിയ സാധനം മുഴുവൻ കൊണ്ട് തീറ്റിക്കുന്നത്, ഹോട്ടലിൽ നിന്നൊക്കെ കൊണ്ടുപോയി തീറ്റിക്കുന്നതല്ലേ ഈ പന്നി? ആണോ അല്ലയോ? എല്ലാ അഴുക്കും അത് ഹോട്ടലിൽ നിന്ന് കൊണ്ടുപോകണം. പണ്ടത് പുറത്തുനിന്ന് കിട്ടുന്നു, ഇപ്പൊ അത് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നു. ഈ സാധനങ്ങളൊക്കെ ഇവരെ കൊണ്ട് തീറ്റിക്കുന്നു. ഇതാണ് ഇവരുടെ ശരീരത്തിന്റെ ആരോഗ്യവും. ഇതാണ് മനുഷ്യടുത്ത് കഴിക്കുന്നത്, വേറെ കാര്യം. എന്നിട്ട് നിൽക്കട്ടെ. അപ്പം ഏറ്റവും അഴുകിയ സാധനത്തെ പോലും പവിത്രീകരിക്കുന്നവൻ. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഏത് മലിനമായ മനസ്സിനെയും, ഏത് അസ്വസ്ഥമായ മനസ്സിനെയും യജ്ഞഭാവന കൊണ്ട് നമുക്ക് പവിത്രീകരിക്കാനും മനസ്സിനെ നമുക്ക് ഉയർത്താനും സാധിക്കും. അപ്പൊ ഇവിടുത്തെ പന്നി എന്ന് പറയുന്നത് കേവലം ഒരു പന്നിയല്ല, അതൊരു ഭാവനയാണ്. ഇതിൻ്റെ പേരാണ് സത്സംഗമെന്നോ കൂട്ടായ്മയെന്നൊക്കെ. അതായത് ഇനിയൊരു വ്യക്തി തലത്തിൽ നമുക്ക് മാനസികമായി ഉയരൽ അത്ര എളുപ്പമല്ല. അതിനൊരു കൂട്ടായ്മ വേണം, സത്സംഗങ്ങൾ വേണം. അതിനാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ള, ഈ ക്ഷേത്രമൊക്കെ കഴിഞ്ഞ സത്രത്തോടുകൂടി അതിൻ്റെ ഒരു ചൈതന്യത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. ഈ വെക്കേഷനിലൊക്കെ നിങ്ങൾ ഏതേത് സ്ഥലത്തു നിന്നാണോ വരുന്നത്, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, അമ്മമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരണം. നമ്മുടെ കുട്ടികളിൽ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന, രാവിലെ ഒരു വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരം ഒന്ന് ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലുന്ന ഒരു സംസ്കാരത്തെ നമുക്ക് രൂപപ്പെടുത്തണം. വൈകുന്നേരങ്ങളിൽ വെറുതെ തൊഴുതു പോയാൽ പോരാ, ഈ തൊഴുക എന്ന പ്രസ്ഥാനം തന്നെ മാറ്റണം. നമ്മൾ അമ്പലത്തിൽ പോകുന്നതൊക്കെ നാമജപത്തിനാണ്. ഇപ്പം നാമം ജപിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? ഉള്ളിലുള്ള അഴുക്ക്, ഉള്ളിലുള്ള എല്ലാ അസ്വസ്ഥതകളും. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ ഭാഗവതത്തിൽ ഏറ്റവും ഒടുവിലത്തെ വരിയിൽ എഴുതി വെച്ചിരിക്കുന്നത് നാമസങ്കീർത്തനം സർവ പാപപ്രണാശനം എന്നാണ്. ഭാഗവതത്തിലെ ഒടുവിലത്തെ വരികൾ എന്താണ്?
നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം എന്നാണ്. അപ്പൊ നോക്ക്, പാപം നശിച്ചാലേ ദുഃഖം നശിക്കുള്ളൂ. അപ്പൊ ഇതിനെന്താ പരിഹാരം? നാമജപമാണ്. അപ്പൊ നാമം ജപിക്കുമ്പോൾ ഇതൊരു പ്യുവർ സൈക്കോളജിയാണ്, ഇതൊരു സയൻസാണ്. നാമം ജപിക്കുക. നിങ്ങൾ രാവിലെ കുട്ടികളെ കൊണ്ട് നാമം ജപിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കൂ, നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതി രാവിലെ എല്ലാം വികസിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടാക്കി വെച്ചത്. നിങ്ങൾ നോക്കൂ, പൂവിൻ്റെ മുട്ടാണെങ്കിൽ രാവിലെ വികസിക്കും, ആണോ? പൂക്കളൊക്കെ അത് വിടർന്നു നിന്നു, ഓരോ ഉറങ്ങിക്കിടക്കുന്ന ഇലകളും ഉണർന്നു കഴിഞ്ഞു, ആണോ അല്ലയോ? മനുഷ്യന്റെ ഓരോ കോശവും വികസിക്കേണ്ട സമയമാണ് രാവിലത്തെ സമയം. ഈ സമയത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമമൊക്കെ ചൊല്ലിക്കുമ്പോൾ നാമജപത്തിന്റെ ആവർത്തനം, മന്ത്രത്തിന്റെ ആവർത്തനം, അതൊരു ശബ്ദ തരംഗമാണ്. പൂർവികർ ഈ മന്ത്രം ഉണ്ടാക്കുമുണ്ടല്ലോ, ഈ മന്ത്രത്തിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ECG എന്ന് പറയുന്നത് നിങ്ങൾ കാണും. ഹാർട്ടിനൊക്കെ അസുഖമുള്ള ഒരു ECG പോയിട്ടെടുക്കും. അപ്പോൾ ECGയിൽ നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ബീറ്റ്സ് മുകളിലേക്കും താഴോട്ടും പോകുന്നതിൻ്റെ ഒരു വൈബ്രേഷൻ അവർ പ്രിൻ്റ് ഔട്ട് ആയിട്ട് ഇങ്ങോട്ട് തരും. ഉണ്ടോ ഇല്ലയോ? കണ്ടിട്ടില്ലേ നിങ്ങൾ? ഇതുപോലെ ശബ്ദത്തിനെല്ലാം തരംഗങ്ങളുണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. അത് നമ്മൾ ഈ മൈക്രോ ഓപ്പറേറ്ററുടെ അവിടെ അടുത്ത് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ഇതിൻ്റെ സിസ്റ്റത്തിൽ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്, LED ലൈറ്റുകൾ, ഇലുമിനേഷൻ വെച്ചിട്ടുണ്ട്. ശബ്ദം കൂടുന്നതനുസരിച്ച് അത് മുകളിലേക്കും താഴുന്നതനുസരിച്ച് താഴോട്ടൊക്കെ പോകുന്ന കണ്ടു കാണുന്നത്. എന്നതുപോലെ തന്നെ ഈ ശബ്ദത്തിൻ്റെ വൈബ്രേഷൻ കൊണ്ട്, ഈ നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് ഉള്ളിൽ അടിഞ്ഞുകൂടിക്കിടക്കുന്ന അനാവശ്യ ചിന്തകളുടെ തീവ്രത കുറഞ്ഞു വരും. അപ്പം നമ്മുടെ ഉള്ളിൽ അത്തരത്തിലുള്ള ചിന്തകൾ കുറയുമ്പോഴാണ് മനുഷ്യൻ്റെ ഉള്ളിൽ മൂന്നാമത്തൊരു കാര്യമുണ്ട്. ബുദ്ധിയും മനസ്സും മാത്രമല്ല, നമുക്ക് വേറൊന്ന് ദൈവം തന്നിട്ടുണ്ട്. അതാണ് ഈ തൃക്കൺ എന്ന് പറയുന്ന കാര്യം. ഇന്നിപ്പോൾ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ പറയണോ, ദർ ഇസ് എ തേർഡ് ഐ എന്ന്. അവരതിന് ഇംഗ്ലീഷിൽ തന്നെ പേരിട്ടിരുന്നത് ദർ ഇസ് എ ശിവ ഐ ഇൻ എവ്രി വൺ എന്നാണ്. ഈ ശിവ ഐ ആണ്, തേർഡ് ഐ ആണ് ഐ ഓഫ് ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത്. ഐ ഓഫ് ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം തൻ്റെ ഉള്ളിൽ തന്നെ തനിക്ക് റീഡ് ചെയ്യാൻ പറ്റുക, തൻ്റെ മനസ്സിനെ റീഡ് ചെയ്യാൻ പറ്റുക. അതായത് താൻ ഏതെങ്കിലും ഒരു ചതിക്ക് വിധേയനാവുന്നുണ്ടെങ്കിൽ ഇത് ചതിയാണ്, ഇത് അപകടമാണ്, ഇതിൽ ചാടാൻ പാടില്ല എന്നൊരു വാണിംഗ് ഉള്ളിൽ നിന്ന് സ്വയം തോന്നുന്നൊരവസ്ഥ, ഒരു ഐ ഓഫ് ഇൻഡ്യൂഷൻ മനുഷ്യൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരണം. ആ തെളിഞ്ഞു വരണം എന്നുണ്ടെങ്കിൽ പാപചിന്തയുടെ, പാപം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥത, മനുഷ്യൻ്റെ ഉള്ളിലുള്ള കാമന, മനുഷ്യൻ്റെ ഉള്ളിലുള്ള എടുത്തുചാട്ടങ്ങൾ, ഇതിനൊക്കെയാണ് പാപം എന്ന് പറയുന്നത്. ഈ പാപചിന്തയുടെ തീവ്രത നാമം ചൊല്ലുന്തോറും കുറയുമ്പോൾ ക്രമേണ നമുക്ക് പലതും തിരിച്ചറിയാനുള്ളൊരു കഴിവ് വരുമ്പോൾ അപകടങ്ങളിലേക്ക് പെടുന്നതിൻ്റെ തീവ്രത കുറയും. ഇത് വേണോ വേണ്ടയോ? ഇതിനാണ് നാമം ചൊല്ലുന്നതെന്നാണ് വ്യാസഭഗവാൻ എഴുതി വെച്ചത്. ഇതേതോ ദൈവത്തിന് വേണ്ടി കേൾപ്പിക്കാനല്ല. നാമസങ്കീർത്തനം സർവപാപപ്രണാശനം ഒന്ന് പറയൂ എല്ലാവരും. ഇത് കുട്ടികളെ പഠിപ്പിക്കണം. നാമം ജപിക്കുന്നത് ഉള്ളിലുള്ള ദുർബല ചിന്തകളുടെ തീവ്രത കുറയാനാണ്. സ്വാഭാവികമാണ്. ഒരു നല്ല ചിന്തയിലേക്ക് ശ്രദ്ധ തിരിയും തോറും ഉള്ളിലുള്ള ദുർബല ചിന്തകളുടെ തീവ്രത, ഉറക്കെ പറയൂ, കുറഞ്ഞു വരും. എന്നാൽ സത്യം പറയട്ടെ, നമ്മൾ ഹിന്ദുക്കളെ പോലെ ഇത്ര അറിവില്ലാത്തവരും ഇത്ര ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തവരും ഒരു വേറെയില്ല. നിങ്ങൾ എത്ര പേര് കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമം ജപിപ്പിച്ചിട്ടുണ്ടെന്ന് പറയും. സത്യം പറയും, നുണയും പറയരുത്, സത്യം പറയണം. എത്ര കുട്ടികളെ കൊണ്ട് വിഷ്ണു സഹസ്രനാമൊക്കെ ചൊല്ലിപ്പിച്ചിട്ടുണ്ട്? നമുക്ക് നിങ്ങൾ ഒരു കൈ പോലും പോകുന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾ ഉണ്ടാവോ ഇല്ലയോ? എന്നാൽ നമുക്ക് അമ്പലങ്ങളില്ലാത്തത് കൊണ്ടാണോ? ക്ഷേത്രങ്ങളിൽ പോയി നമ്മുടെ കുട്ടികളെ രാവിലെ നാമം ചൊല്ലിച്ചൂടെ? നമുക്കെല്ലാവർക്കും ഒന്ന് പ്രയത്നിച്ചൂടെ? വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ഏത് വിഭാഗത്തിലാണ് നടക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഏറ്റവും കൂടുതൽ വീടുകളിൽ കുത്തിക്കൊല ഏത് വീട്ടിൽ നടക്കുന്നത്? ഏറ്റവും കൂടുതൽ അപകടങ്ങൾ, ആക്സിഡന്റ് ഉണ്ടല്ലോ. അതായത് അനാവശ്യമായ സ്പീഡിൽ വണ്ടി ഓടിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ പോയി ചാടിയിട്ടോ ഇത്തരത്തിലുള്ള എടുത്തുചാട്ടങ്ങളുടെ മരണം ഏത് കമ്മ്യൂണിറ്റിയിലാണ് കൂടുതൽ? ഉറക്കെ പറയൂ. നിങ്ങൾ പത്രം വായിക്കുന്നില്ലേ? നിങ്ങൾ എന്തേ ഹിന്ദുക്കളിൽ ഇത്രമാത്രം കൂടി വരുന്നത്? കാരണം ആ വിവേകശക്തി വർദ്ധിച്ചു വരികയാണോ? വിവേകശക്തി, വികാരശക്തി കൂടുന്നു, ആ തിരിച്ചറിവ് വരുന്നില്ല. കൂട്ടുകാരെല്ലാം വെള്ളത്തിലേക്ക് ചാടുമ്പോൾ എനിക്ക് നീന്തൽ അറിയില്ല, ഞാൻ ചാടാൻ പാടില്ല, എനിക്ക് അറിയാത്ത കാര്യമാണ് എന്ന് ഉള്ളിൽ നിന്ന് പറയുന്നില്ല. ഉള്ളിൽ നിന്ന് പറയണത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതാണ്.
എല്ലാവരും വണ്ടി റേസ് ചെയ്യുന്ന സമയത്ത് ഞാനങ്ങോട്ട് റേസ് ചെയ്യാണ്, എനിക്കറിയില്ല എന്താ സംഭവിക്കുക എന്നുള്ളത്. അത് തെറ്റല്ലേ എന്ന് സ്വയം ചിന്ത വരുന്നില്ല. ഈ അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ ഉറക്കെ പറയൂ നിങ്ങൾ, സാധിക്കാത്ത ഒരു സമൂഹം ഇനി ഏതെങ്കിലും ഒരു വിഷമത്തിൽ പെട്ടുപോയാലോ അതിൽ തന്നെ ഡിപ്രസ്ഡായി ജോലിയും ചെയ്യാൻ വയ്യ, അതോടുകൂടി കല്യാണവും വേണ്ടാന്ന് കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ കല്യാണം നടന്നാൽ തന്നെ അവിടെയും ഡിപ്രഷനായി ആണോ, അവസാനം ഭർത്ത വീട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികൾ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൂടി വരാൻ കാരണം വീട്ടിലുണ്ടാകുന്ന ചില മാനസിക വിഷമങ്ങളെ മറികടക്കാനുള്ള ഒരു മനോബലം നമ്മുടെ കുട്ടികൾക്കില്ല. ഇതുണ്ടാവണമെങ്കിൽ എന്താ വഴി? ഇത് പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നതാണോ മാറ്റങ്ങൾ, അതോ അനുഷ്ഠാനത്തിൽ ഉണ്ടാകുന്നതാണോ? അതിനാണ് നമ്മൾ നിരന്തരമായ അനുഷ്ഠാനം. വൈകുന്നേരങ്ങൾ ക്ഷേത്രത്തിൽ എന്തിനാ പോകുന്നത്? ലളിതാ സഹസ്രനാമം ചൊല്ലണം. നമ്മൾ പഠിപ്പിക്കണം കുട്ടികളെ. ഈ വെക്കേഷനിൽ എനിക്ക് നിങ്ങളോടുള്ള അപേക്ഷ, രാവിലെ വിഷ്ണു സഹസ്രനാമവും വൈകുന്നേരങ്ങളിൽ ലളിതാ സഹസ്രനാമം എന്നൊരു സംസ്കാരത്തിലേക്ക് ഒരു പടി നമ്മൾ കുട്ടികളെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ 2025 എന്നൊരു വർഷം നമുക്ക് തെളിയിക്കണം. ഈ പെരുമ്പാവൂരും തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കണം, നമ്മുടെ ഹിന്ദു കുട്ടികൾ ഒരാളും ജീവിതത്തിൽ വഴിതെറ്റി അവരെ ആർക്കും ചതിക്കുഴിയിൽ വീഴ്ത്താൻ സാധ്യമല്ല. ഒരു പ്രതിസന്ധി വന്നാൽ അവരതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ സാധിച്ചാൽ ഒരു ആത്മഹത്യാ വാർത്തകൾ നിങ്ങൾ കേൾക്കില്ല. അല്ലെങ്കിൽ ഞാനിതൊക്കെ പറയാതെ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചോളൂ. പക്ഷെ നാളെ കോളേജിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറില്ല എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ പറയരുത്. കാരണം സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും കൂടുമ്പോൾ അതിനെ നേരിടാനുള്ള ബലം എത്രയുണ്ടെന്ന് നമുക്കാർക്കും അറിയില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയത് കൊണ്ട് മാത്രം ഒരു ദേവനും ദേവിയും രക്ഷിക്കുമെന്ന് പറയരുത്. സാക്ഷാൽ കൃഷ്ണന്റെ മക്കൾ അവസാനം തമ്മിൽ തല്ലി കൊന്ന് ജീവനൊടുക്കിയ കഥയാണ് ഭാഗവതത്തിന് പറയാനുള്ളത് ആണോ? ശ്രീരാമസ്വാമിയുടെ ജീവിതത്തിൽ നിങ്ങൾ അവതാര പുരുഷനാണ്. ഗർഭിണിയായ ഭാര്യയെപ്പോലും സീതാദേവിയെപ്പോലും കൂടെ നിർത്താൻ രാമന് പറ്റിയോ? പറയൂ നിങ്ങൾ. അവർക്കൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, അവർക്കൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും മാനസികമായി അതിലൊന്നും തളരാതെ അവരവരുടെ ജീവിതം പൂർണ്ണമാക്കി. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ മക്കളുടെയൊക്കെ കാര്യത്തിൽ ദുഃഖിക്കുന്ന വിഷമിക്കുന്ന കുറേ അച്ഛനമ്മമാരുള്ള വീടുകളായി നമ്മുടെ ഹിന്ദു സമൂഹം മാറിക്കഴിഞ്ഞു. ഇതിനൊരു മാറ്റം വരണ്ടേ? വേണോ വേണ്ടയോ? ഇപ്പം 2 അർത്ഥങ്ങൾ ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. 2 അർത്ഥങ്ങൾ നമ്മുടെ ഈ വരാഹ അവതാരത്തിലൂടെ കൊടുക്കണം. ഒരു വ്യാവഹാരിക തലത്തിലും 2 പാരമാർത്ഥിക തലത്തിലും. ഒന്ന് നമ്മുടെ ട്രാൻസാക്ഷണൽ വേൾഡ് അല്ലെങ്കിൽ ട്രാൻസാക്ഷണൽ ലൈഫ് എന്ന് പറയും. രണ്ടാമത്തെ നമ്മുടെ ഓൺ ലൈഫ്, സ്പിരിച്വൽ ലൈഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് എന്ന് പറയും. അതാണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഭൂമിയെപ്പോലുള്ള പ്രകൃതി ശക്തിയെ നിലനിർത്തുന്നത് എൻ്റെ ധർമ്മമാണ്, എൻ്റെ കടമയാണ്. ആ ഒരു ഉത്തരവാദിത്വം എല്ലാവരിലും ഉണ്ടെങ്കിൽ ഈ ഭൂമിയുടെ ആയുസ് നമുക്ക് നീട്ടാം. ഭൂമി നിലനിന്നാൽ ആര് നിലനിൽക്കും? നമ്മളും നിലനിൽക്കും. രാമായണത്തിലെ ഒരു കഥയും കൂടി പറഞ്ഞ് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. രാമായണത്തിൽ രാമരാവണ യുദ്ധം നടക്കുകയാണ്. അപ്പോൾ രാമനും ലക്ഷ്മണനും അബോധാവസ്ഥയിലേക്ക് പോയി, അവർ മരിച്ച തുല്യമായി. അപ്പോഴാണ് ജാമ്പവാൻ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറയാണ്, ഹനുമാൻ ഇവിടെ ഉണ്ടോ, ഹനുമാൻ ഇവിടെ ഉണ്ടോ. അപ്പൊ ഇത് കേട്ട് വിഭീഷണൻ പറയാണ്, ജാമ്പവാൻ, രാമനുണ്ടോ അല്ലെങ്കിൽ ലക്ഷ്മണൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെയല്ലേ ചോദിക്കേണ്ടത്? ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിക്കേണ്ടത്. രാമലക്ഷ്മണന്മാരുടെ കാര്യമല്ലേ അങ്ങ് ചോദിക്കേണ്ടത്? അപ്പൊ അതിന് ജാമ്പവാൻ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലേ രാമനും ലക്ഷ്മണന് പോലും ജീവനുള്ളൂ എന്നാണ്. ഹനുമാൻ ജീവനോടുകൂടി ഉണ്ടെങ്കിലേ രാമലക്ഷ്മണന്മാർക്ക് പോലും ജീവനുള്ളൂ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഹനുമാൻ ഉണ്ടോ എന്ന് ചോദിച്ചത്. ഹനുമാൻ ജീവനോടുകൂടി ഉണ്ടോ എന്ന്. ഹനുമാൻ എല്ലാവരും ആയുധം കൊണ്ട് രാവണന്റെ പുത്രൻ, ആ ഒരു യുദ്ധത്തിന്റെ രംഗം എന്നാലും തീവ്രതയിൽ പറയുമ്പോഴത് മനസ്സിലാവുള്ളൂ. രാവണന്റെ പുത്രൻ, ആ പുത്രന്റെ പേരാണ് മേഘനാഥൻ എന്ന് പറയും. ആ മേഘനാഥൻ അഴിച്ചുവിട്ട ആയുധങ്ങളുടെ തീവ്രതയിൽ അസ്ത്രം മഴ പോലെ പെയ്ച്ചു എന്നാണ്. ആർക്കും കണ്ണു തുറക്കാൻ പറ്റാത്ത വിധത്തിൽ അത്ര അസ്ത്രങ്ങളുടെ ഒരു മഴ വന്നപ്പോൾ എല്ലാ വാനരന്മാരും ഓടി രക്ഷപ്പെട്ടു. അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. രാമലക്ഷ്മണന്മാർ ഒറ്റപ്പെട്ടു. ഹനുമാൻ സ്വാമി കുറച്ച് തുടങ്ങിയ ആളുകളുണ്ട്. അപ്പോഴേക്കും ഇവൻ നാഗാസ്ത്ര പ്രയോഗങ്ങളൊക്കെ തുടങ്ങി. ഹനുമാൻ സ്വാമി ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനെ എല്ലാവരും അബോധാവസ്ഥയിൽ വീണുപോയി. ഈ സമയത്താണ് ചോദിക്കുന്നത്, ഹനുമാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്.
ഹനുമാനാണെങ്കിൽ കണ്ണിലൊക്കെ ആയുധം പറ്റിയിരിക്കുകയാണ്, മുഴുവൻ ആയുധമാണ്. അതൊക്കെ പറിച്ചെടുത്തിട്ട് ജാമ്പവാനോട് പറഞ്ഞു ഉണ്ട് എന്ന്. എന്നിട്ടാണ് ഹനുമാനെ എങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത്? പെരുമ്പാവൂരോ? എവിടേക്കാ പറഞ്ഞയച്ചത്? എവിടേക്കാ പറഞ്ഞയച്ചത്? കഷ്ടം, നിങ്ങൾക്ക് കഥ അറിയില്ലേ? എവിടേക്ക് പറഞ്ഞയച്ചു? നിങ്ങൾ ഭാഗവതം കേൾക്കുന്നവർ തന്നെയല്ലേ? പറയൂ, ആരെങ്കിലും പറയും എവിടേക്കാ പറഞ്ഞയച്ചത്? രാമായണമൊന്നും വായിക്കാറില്ല ഇവിടെ? മരുത്വാമലയിലേക്കോ? അമ്മയ്ക്ക് എവിടുന്നാ മരുത്വാമലയ്ക്ക് കിട്ടിയത്? ഈ ഇവിടെ രാമായണമൊന്നുമില്ലേ അമ്പലത്തിൽ? അങ്ങനെയൊന്നുമില്ലേ? ഈ നാട്ടിൽ രാമായണം വായിക്കില്ലേ നിങ്ങൾ? കർക്കിടകത്തിലൊന്നും വായിക്കാറില്ല. എവിടേക്കാണ് ഹനുമാൻ സ്വാമിയെ പറഞ്ഞയച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്പോസിഷൻ തരണം. പാവം ഈ ഒരു അമ്മയാണ് ഉത്തരം പറഞ്ഞത്. ഹിമാലയത്തിലേക്കാണ് പറഞ്ഞയക്കുന്നത്. എങ്ങോട്ടാണ്? ആരും പറഞ്ഞില്ലല്ലോ. മരുത്വാമലയ്ക്ക് അമ്മയ്ക്ക് എവിടുന്നാ കിട്ടി എനിക്കറിയില്ല. എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നേ, അത് കളയരുത് നിങ്ങൾ. ഞാൻ വിചാരിച്ചു നിങ്ങളൊക്കെ സത്രമൊക്കെ കേട്ട് ഭാഗവതമൊക്കെ കേട്ട് വളരെ പ്രബുദ്ധരായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇതൊക്കെ പഠിക്കണേ, നിങ്ങളെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം. ഗോവർദ്ധനത്തിലേക്ക് പറഞ്ഞയച്ചു. അമ്മ ഇനിയും വിഡ്ഢിത്തരങ്ങൾ പറയാതിരിക്കൂ. ഗോവർദ്ധനത്തിലേക്കൊന്നും പറഞ്ഞയച്ചില്ല. എവിടേക്കാണ് പറഞ്ഞയച്ചത്? കൈലാസ ഹിമാലയത്തിലേക്ക്. അവിടെയാണ് മൃതസഞ്ജീവനിയും പിന്നെ ഏതാണ് വശില്യകര. രാമായണത്തിൽ വായിച്ചിട്ടുമില്ലേ നിങ്ങളാരും? വെറുതെ അല്ലേ നിങ്ങളെ കുട്ടികൾ ചീത്ത വിളിക്കുന്നത്? കുറച്ചൊരു ബോധം വേണം. ഞാൻ എറണാകുളത്ത് പ്രോഗ്രാം നടത്താം, കുട്ടികളുടെ ഒരു പ്രോഗ്രാം. അപ്പം എനിക്കൊരു താല്പര്യം കുട്ടികളോടൊരു ക്വിസ് പ്രോഗ്രാം നടത്താം എന്ന് തോന്നി. അപ്പം ഞാൻ 100-300 കുട്ടികളുണ്ട്. ഈ കുട്ടികളോട് ചോദിക്കുകയായിരുന്നു രാമായണത്തിലെ കുറച്ച് ചോദ്യങ്ങൾ. അപ്പം അതിലൊരു ചോദ്യം ഇതായിരുന്നു: ഭരതൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഒരെണ്ണത്തിന് ഉത്തരം അറിയില്ലേ? അതിലൊരുത്തൻ എണീറ്റ് നിന്ന് ഉത്തരം പറഞ്ഞു, മിസ്സിസ് ഭരതൻ. അപ്പം എനിക്ക് മനസ്സിലായി പെരുമ്പാവൂര് നാണോ എന്നൊരു സംശയം. എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് നിങ്ങളെ. അങ്ങനെ പറയാൻ പാടുമോ കുട്ടി? അതെങ്ങനെയാ പറഞ്ഞു പോയത്? അങ്ങനെ ആരാ കുട്ടിക്ക് അതാ വീട്ടിൽ ആരും പറഞ്ഞു കൊടുക്കാനില്ല കഥകളൊക്കെ. നമ്മൾ രാമായണമൊക്കെ കുട്ടികൾക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കണ്ടേ? എനിക്ക് നിങ്ങളോടുള്ള ഒരു അപേക്ഷ ഇതാണ്. ഒരു വേനൽക്കാലത്ത് ഏപ്രിൽ മെയ് മാസത്തിൽ ഇവിടെയൊക്കെ ക്ലാസ് വയ്ക്കൂ നിങ്ങൾ. കുറച്ച് കുട്ടികൾക്കൊക്കെ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണോ വേണ്ടയോ? ഈ അവബോധമൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കണോ? വേണോ വേണ്ടയോ? അതോ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതിയോ? പറയൂ. പോരാ. കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം നമ്മുടെ സംസ്കൃതി എന്താണെന്ന്. ഹിന്ദുക്കളാണ് ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കാത്തത്. അതുകൊണ്ട് ഇന്ന് ഹിന്ദു സമൂഹത്തിൻ്റെ അവസ്ഥ എന്താണ്? കല്യാണവും ഇല്ല മര്യാദയ്ക്ക്, കുടുംബവും ഇല്ല മര്യാദയ്ക്ക്. ഒക്കെ നോക്കും നിങ്ങൾ. ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾ, തലതിരിഞ്ഞു പോയ മക്കൾ ആണോ ഇല്ലയോ? അല്ലെങ്കിൽ വിദേശത്ത് ജോലി അന്വേഷിച്ചു പോകേണ്ട കുട്ടികൾ, അച്ഛനമ്മമാർ ഒറ്റപ്പെട്ടു പോകുന്ന വീടുകൾ ആണോ? എന്താ നിങ്ങൾ മിണ്ടാത്തത്? ഇതിനൊക്കെ ഒരു പരിഹാരം വേണ്ടേ? നമ്മുടെ നെക്സ്റ്റ് തലമുറയ്ക്കെങ്കിലും കുറച്ചൊരു അവബോധം വേണ്ടേ? വേണോ? അതിന് നമുക്ക് മുന്നോട്ടിറങ്ങണം. അത് ഒറ്റയ്ക്ക് പറ്റില്ല. ഒരു യജ്ഞഭാവത്തിൽ എല്ലാവരും മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് മാനസികമായി ഉയരാൻ സാധിക്കുക. ഹനുമാൻ സ്വാമിയെ ഹിമാലയത്തിലേക്ക് പറഞ്ഞിട്ട് ആ മരുന്നുകൾ കൊണ്ടുവന്ന് രാമനെ ഉണർത്തിയതുപോലെ നമ്മളെല്ലാവരും ഒരു യജ്ഞഭാവത്തിൽ, വരാഹം എപ്രകാരമാണോ ഭൂമിയെ ഉയർത്തിയെന്നൊരു കഥ പറയുന്നത്, ഇതേപോലെ യജ്ഞഭാവമാകുന്ന വരാഹം കൊണ്ട് നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള അഴുക്കുകൾ മാറ്റി മാനസികമായി നമുക്ക് ഉയരണം, മുന്നേറണം. കഴിവുള്ളവരുമാവണം, കരുത്തുള്ളവരാവണം, പരസ്പരം കരുതലുള്ളവരായി മാറണം. വേണോ വേണ്ടയോ? അതിനുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാനാവട്ടെ നമ്മൾ ഈ ഭാഗവതത്തിലെ കഥകൾ പഠിക്കുന്നത്. വരാഹ അവതാരം നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കട്ടെ. അതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുന്നവരാവട്ടെ. നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാനുള്ള പ്രതിബദ്ധത, ഉത്തരവാദിത്വം നമ്മുടെ ഉള്ളിൽ ഉണരട്ടെ. കേവലം കഥ കേട്ടു പോകുന്നവരായി മാറാതെ കഥയുള്ളൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ, കഥയുടെ സാരത്തെ മനസ്സിലാക്കി പകരുന്ന സുഹൃതികളായി നിങ്ങൾ മാറട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനെ ഭഗവാൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ, ഗുരുക്കന്മാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യപവിത്ര ഭൂമിയിൽ വരാൻ സാധിച്ച ഭാഗ്യത്തിന് മുമ്പിൽ ഭഗവാന്റെ പാദങ്ങളിൽ